ഹരി ഓം തത്സ്. ഹരി ഓം തത്സ്. യം ശൈവാഃ സമുപാസതേ ശിവ ഇതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. ധർമ്മപ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപ്പതരോർഗളിതം ഫലം ശുകമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ. അന്നോ അക്കൂരിരുട്ടിൽ വെളിവരുളുമവൻ കേളിയാൽ പിന്നെ കാട്ടിൽ കൂട്ടർ കൂടുന്ന മുൻപിൽ തുടരുമവനതാ കോപ്പു ഗോവർദ്ധനത്തിൽ. മല്ലാൽ തൻ മാതുലാന്ത്യം അതുവഴി പലതും ചാട്ടി കൂട്ടക്കുറിപ്പാൽ മേവുന്നു കോമളാംഗൻ കുതിരകളവയിൻ കാഞ്ചി കെഞ്ചിപ്പിടിച്ച്. മേവുന്നു കോമളാംഗൻ കുതിരകളവയിൻ കാഞ്ചി കെഞ്ചിപ്പിടിച്ച്. ബന്ധം നന്നായകറ്റാൻ മഹിമയധികമാക്കേണമെന്നുള്ളിലോർത്തിട്ടാണോ നീ ചാതനായി കഠിനത പൊഴിയും കൂട്ടിലക്കൂരിരുട്ടിൽ തൻ പെറ്റോർ കെട്ടഴിച്ചിട്ടവരുടെ അരികത്തമ്പി നിന്നൻപുകാട്ടി തന്നിഷ്ടത്താലകന്നോൻ അവനുടെ പുറകിൽ നിന്നിടാമൻപു തേടി. തന്നിഷ്ടത്താലകന്നോൻ അവനുടെ പുറകെ നിന്നിടാമൻപു തേടി. എന്താശങ്ക എനിക്കു ജീവനമതിൽ വിശ്വംഭരൻ നീ സദാ കുഞ്ഞിൻ പാലനമോർത്തതിന്നുചിതമായി സ്തന്യം ചമച്ചില്ലയോ. വീണ്ടും വീണ്ടും ഇതോർത്തു യാദവപദേ ഗോപീപദേ സത്പദേ പാദാംഭോജനിഷേവ കൊണ്ടു സതതം കാലം കഴിക്കുന്നു ഞാൻ. പാദാംഭോജനിഷേവ കൊണ്ടു സതതം കാലം കഴിക്കുന്നു ഞാൻ. മദീയ ഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാനതിമിരാരുണഃ. ഹരി ഓം ഹരി ഓം ഹരി. ഇത്ര നേരം ഞാൻ വന്ദന ശ്ലോകങ്ങൾ ചൊല്ലി. ഇനി ഇവിടുന്ന് അങ്ങോട്ട്
3 തവണ ഓങ്കാരം ജപിക്കുന്നവർ സദസ്യരായിരിക്കുന്ന നിങ്ങളെല്ലാവരുമാണ്. എല്ലാവരും കണ്ണടച്ച് നിവർന്ന് ഇരുന്ന് തൊണ്ടയും മനസ്സും നല്ലോണം തുറന്ന് കൂടെ ജപിക്കും. ഇനി പറയാൻ ഇടവരുത്തരുത്, പോരാ, ശബ്ദം കേട്ടത് പോരാ. ആദ്യം തന്നെ ആയിക്കോട്ടെ വേണ്ടതുപോലെ. നിങ്ങളുടെ കുട്ടികൾ വേണ്ടതുപോലെ പഠിച്ച് എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടാവാറുണ്ടോ? അതുപോലെ ആവരുത് മുതിർന്നിട്ട്. ഇതാ ഹരി ഓ പോരാട്ടോ. നമ്മുടെ സദസ്യർ ഒരു കൂട്ടം മൂരാശികളാണ്. ഇവരെ നിർബന്ധിച്ച് പ്രേരിപ്പിക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിട്ടാണ് കാണുന്നത്. ഓ നന്നായല്ലോ. ഒന്നും കൂടി കേൾക്കട്ടെ ഞാൻ. ആ പവിത്രമായിരിക്കുന്ന സംയുക്ത ശബ്ദം, ആ കൂട്ടായ്മ. ഓ ഹരി ഓം തസ്സൈ. നന്നായി, സന്തോഷായി. ശ്രീമദ് ഭാഗവതം ആദ്യന്തം പരിശ്രമിക്കുന്നത് മനുഷ്യന്റെ സങ്കീർണമായിരിക്കുന്ന മനസ്സിനെയും ബുദ്ധിയെയും എന്തെങ്കിലും തരത്തിൽ വശീകരിച്ചെടുത്ത് അതിലുള്ള പ്രകൃതികളെയും വിഷമങ്ങളെയും തകരാറുകളെയും എല്ലാം നീക്കി കഴുകിക്കളഞ്ഞ് ആ മനസ്സിനെ പവിത്രമാക്കുക, ബുദ്ധിയെ അതിസൂക്ഷ്മവും വിജ്ഞവും വിശാലവുമാക്കി തീർക്കുക. ഈ ഒരൊറ്റ ദൗത്യം മാത്രമേ ശ്രീമദ് ഭാഗവതത്തിനുള്ളൂ, ഭാഗവത കർത്താവിനുള്ളൂ, ഭാഗവത പ്രവക്താക്കൾക്കും ഉണ്ടാകാവൂ. എത്ര തന്നെ ദുഷിച്ച മനസ്സായിക്കോട്ടെ, ആ ദുഷിച്ച മനസ്സിനെ പോലും അമ്മ ഏത് കുട്ടിയെയും അമ്മിഞ്ച കൊടുത്ത് വളർത്തുന്നത് പോലെ ആദ്യമായി സ്വാംശീകരിച്ച് തന്നിലേക്ക് അണച്ച് ആ ദുഷ്ടമനസ്സിലെ ദുഷ്ടാംശങ്ങളെല്ലാം നീക്കി അതിനെ പരമപവിത്രമാക്കി തീർക്കുക. ആ പവിത്രതയുടെ ലക്ഷണം എന്താ? എത്ര കണ്ട് പവിത്രത മനസ്സിനും ബുദ്ധിക്കും വരുന്നുവോ അത്ര കണ്ട് സന്തോഷവും വികാസവും വിജ്ഞതയും എല്ലാം ഉണ്ടായിത്തീരും. ഇതിന് വേറെ ഒരിടത്തും പോണ്ട. ഞാൻ ഭക്തനാണോ, എൻ്റെ മനസ്സിന് പവിത്രത വന്നിട്ടുണ്ടോ എന്നറിയാൻ ഒരൊറ്റ സ്ഥലത്തേക്കും പോകേണ്ട ആവശ്യമില്ല. അവരവരുടെ മനസ്സിൽ നോക്കിയാൽ മതി. മനസ്സ് എന്ത് സമ്മാനവും സൗഭാഗ്യവും സന്തോഷവുമാണ് നിങ്ങൾക്ക് തരുന്നത് എന്നറിഞ്ഞാൽ മാത്രം മതി. ഈ ദൗത്യം ശ്രീമദ് ഭാഗവതം എങ്ങനെ നിർവഹിക്കുന്നു എന്നുള്ളത് വളരെയധികം രസാവഹമാണ് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ആലോചനാവഹവുമാണ്. ഒരൊറ്റ വേദവ്യാസ മഹർഷി എല്ലും തൊലിയുമായി താടി വളർത്തി മെലിഞ്ഞ ഒരു ഹൃദയത്തോടു കൂടി വൈരൂപ്യത്തിൽ കുളിച്ചു നിന്നിരുന്നതായ വേദവ്യാസ മഹർഷി എങ്ങനെയാണ് ഈ 18,000 ശ്ലോകങ്ങൾ എഴുതി ഉണ്ടാക്കിയത്? ആരുടെയെങ്കിലും സഹായം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവോ? ഇല്ല. എഴുതിയെടുക്കാൻ വല്ല ശിഷ്യന്മാരും ഉണ്ടായിരുന്നോ എന്നറിയില്ല. മിക്കവാറും സ്വന്തം കൈകൾ കൊണ്ട് കഠിനമായിരിക്കുന്ന പനയോലയുടെ നാരുകൾ മുറിച്ചാണ് അദ്ദേഹം ഈ ശാസ്ത്രം എഴുതിയത്. ആ ശാസ്ത്രം എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുൻപിൽ സങ്കീർണവും ജടിലവും ഔദ്ധത്യ നിർഭരവുമായിരിക്കുന്ന മനുഷ്യ മനസ്സാണ് മുമ്പിൽ ഉണ്ടായിരുന്നത്. ഈ ഔദ്ധത്യ നിർഭരമായിരിക്കുന്ന മനസ്സിനെ എങ്ങനെ ഞാൻ ലാഘവപൂരിതമാക്കി തീർക്കും? അതിലുള്ള ദൂഷ്യങ്ങൾ
ബാഹ്യലോകത്തോടുള്ള ആശയും ആവശ്യവും മാത്രമല്ല, ആന്തരമായിരിക്കുന്ന പല തകരാറുകളുമുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അഹന്ത, മമത, ഔദ്ധത്യം, മാത്സര്യം, അടങ്ങാത്തതായ സ്വാഭിമാനം. ഇങ്ങനെ പല വിധത്തിലുള്ളതായ അത്യന്ത സൂക്ഷ്മ വശങ്ങളും ഈ മനസ്സിനും ബുദ്ധിക്കുമുണ്ട്. ആ വശങ്ങളെയെല്ലാം മാറ്റാൻ വേണ്ടി എന്തു വേണം, എന്ത് ചെയ്യണം, എങ്ങനെ പ്രയോഗിക്കണം, എന്ത് പ്രയോഗിക്കണം എന്ന് അദ്ദേഹം ആലോചിച്ചു കാണും. ഞങ്ങളുടെ മനസ്സിൽ, തപസ്വികളുടെ മനസ്സിൽ ഒരൊറ്റ വിചാരമേ ഉള്ളൂ: സ്വന്തം കുടുംബങ്ങളോ സ്വന്തം കുട്ടികളോ ഞങ്ങൾക്കില്ല. ഉണ്ടായിരുന്നു എന്നത് ശരി തന്നെ, അവയെ പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ടാണല്ലോ തപസ്വിയാകുന്നത്, ചതുർത്ഥാശ്രമം സ്വീകരിക്കുന്നത്. ആ ചതുർത്ഥാശ്രമം സ്വീകരിച്ചിട്ടുള്ള ഒരാള് എപ്പോഴും ഈ ലോകത്തിലുള്ള എല്ലാ ഗൃഹസ്ഥ വൃന്ദത്തെയുമാണ് മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുക. പ്രത്യേകമായ ഒരു വ്യക്തിയോടോ ഒരു കുടുംബത്തോടോ പ്രത്യേക താല്പര്യമോ ആഭിമുഖ്യമോ ഇല്ലാതെ ജനലക്ഷങ്ങളോ കോടികളോ ഉള്ളടങ്ങുന്നതായ വൻ മനുഷ്യ സമുദായത്തെ, സമാജത്തെ എപ്പോഴും കണ്ടുകൊണ്ട് ആശ്ലേഷിച്ചുകൊണ്ടിരിക്കും. ആ സമാജത്തിൽ ആരെല്ലാം ഉണ്ടോ, എവിടെയെല്ലാം ഉണ്ടോ, എങ്ങനെയെല്ലാം ഉണ്ടോ, അതെല്ലാം തന്നെ മഹർഷിയുടെ മനസ്സിൽ ഒരു ഭാഗത്ത് നോവേൽപ്പിക്കുന്നതാണ്, ഒരു ഭാഗത്ത് സന്തോഷമേൽപ്പിക്കുന്നതാണ്, ഒരു ഭാഗത്ത് ആഹ്വാനങ്ങൾ നൽകുന്നതാണ്, മറുഭാഗത്ത് വെല്ലുവിളികൾ തൊടുക്കുന്നതാണ്. മനുഷ്യ മനസ്സിന്റെ നന്മയെ ആസ്വദിച്ചുകൊണ്ടും തിന്മ ഒരു വെല്ലുവിളിയായി സ്വീകരിച്ചുകൊണ്ടും സദാ ജാഗരൂകമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് മഹർഷിമാരുടെ, ചതുർത്ഥാശ്രമികളുടെ ചിത്തം. അങ്ങനെയുള്ള ചിത്തത്തിൽ നിന്ന് ശ്രീമദ് ഭാഗവതം പോലെയുള്ള ഒരു പാരമഹംസ സംഹിത എഴുതാൻ പുറപ്പെടുമ്പോ അവിടെ എല്ലാവരും വന്ന് അണിനിരക്കും. അവിടെ കുട്ടികളുണ്ടാവും, ശമീക മഹർഷിയുടെ മകൻ, അച്ഛനുണ്ടാവും, ശമീക മഹർഷി, ദമ്പതികൾ ഉണ്ടാവും, ദിതി, കശ്യപൻ എന്ന് പറയുന്നവര്, ദേവഹൂതി, കർദമ പ്രജാപതി എന്ന് പറയുന്നവര്, പൃഥുവും അർച്ചിസും, അങ്ങനെ പലരും മാറി മാറി വന്ന് നിൽക്കുന്നു. ഋഷഭ ചക്രവർത്തി ഉണ്ട്, അംബരീഷനുണ്ട്, ധ്രുവൻ എന്ന് പറയുന്ന കൊച്ചു ബാലനുണ്ട്, പ്രഹ്ലാദൻ വരുന്നു. അങ്ങനെ മാറി മാറി പല രാജാക്കന്മാരും രാജകുമാരന്മാരും ശുദ്ധഹൃദയന്മാരും വ്രജഗോകുലത്തിലുള്ളവരും എല്ലാവരും വന്ന് അണിനിരക്കണു. എല്ലാവർക്കും വേണ്ടി തന്റെ മനസ്സ് തന്മയത്വത്തോടു കൂടി സംസാരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് മഹാവിഷ്ണുവിനെയും ജഗദീശ്വരനെയും കൊണ്ടുവന്ന് നിർത്തുന്നു. സാധാരണ എല്ലാവരും പൂജിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. ആരാധിക്കപ്പെടുന്ന ദൈവത്തിൽ നിന്ന് ഒരു മൊഴി പോലും നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. എന്റെ പൂജ ഭഗവാനെ അങ്ങ് സ്വീകരിച്ചുവോ? ഞാൻ ചെയ്യുന്നതിൽ വല്ല തെറ്റുമുണ്ടോ? അങ്ങക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ച് കൈമലർത്തിയാൽ മറുപടി കിട്ടുന്നവരും ആസ്വദിക്കുന്നവരും വളരെ ചുരുക്കമായേ ഉണ്ടാവുള്ളൂ. പൂജകളും ആരാധനകളും എല്ലാം ഏകപക്ഷീയമായിട്ടാണ് നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ഞാൻ പറയുന്നത്? ഏകപക്ഷീയമായിട്ടാണ് നടക്കുന്നത്. നമുക്കിവിടെ ആവശ്യം ഉഭയപക്ഷീയമായിട്ടുള്ളതാണ്. ഭഗവാന്റെ മൊഴികൾ നമുക്ക് കേൾക്കണം. എന്റെ പൂജ അദ്ദേഹത്തോളം എത്തുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ ഹൃദയം കുളിർക്കുന്നുണ്ടോ? അദ്ദേഹത്തിന് എന്നോട് സന്തോഷമാണോ? അദ്ദേഹം എന്നോട് സംസാരിക്കുന്ന പക്ഷം എന്താണ് പറയുക? എന്റെ പൊന്നുഭക്ത, നിന്റെ പൂജ എനിക്ക് വളരെ ഇഷ്ടമായി, നിന്റെ ഭാവസമന്വിതമായിരിക്കുന്ന സമീപനവും എനിക്ക് ഇഷ്ടമായി. പക്ഷെ ഇന്ന കാര്യങ്ങളിൽ നിനക്ക് വളർച്ചയും വികാസവും വരണം എന്നൊരു ഒരു മൊഴി പറഞ്ഞു കേട്ടാൽ എത്ര നന്നായിരുന്നു. ഇങ്ങനെ പല സംഗതികളും നമ്മുടെ മനസ്സിലുണ്ടാവാം. അതൊക്കെ തീർക്കാൻ വേണ്ടി ആ പരമഹംസ ചിത്തമുണ്ടല്ലോ, പാരമഹംസ പദത്തിൽ വിഹരിക്കുന്നതായ ആ മനസ്സും ബുദ്ധിയും ഇടയ്ക്കിടയ്ക്ക് മഹാവിഷ്ണുവിനെയും ബ്രഹ്മാവിനെയും ശിവനെയും എല്ലാവരെയും കൊണ്ടുവന്ന് നിർത്തി ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു ഭക്തനെയോ ഒരു യാഗകർത്താവിനെയോ നോക്കി മഹാവിഷ്ണുവിന്റെ മുഖത്തിൽ നിന്ന് ദിവ്യമൊഴികൾ വരുന്നതും ഭാഗവതത്തിൽ കാണാം. വേദവ്യാസ മഹർഷിയെ പോലെ ഒരു മഹർഷിയുടെ ദൗത്യം പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടണം. മനുഷ്യ മനസ്സിന്റെ ചരിത്രം എന്തോ അത് മുഴുവനും, അതിൽ നാണമില്ല, കൂസലില്ല, ലജ്ജയില്ല, അഭിമാനമില്ല, പേടിയില്ല, സങ്കോചമില്ല, മനസ്സിന് ഒരു തരത്തിലും വിക്ഷുബ്ധതയില്ല. ഇതെല്ലാം വിട്ട് നഗ്നഹൃദയനായി ആ ആത്മീയ സൗന്ദര്യത്തോടുകൂടി, അത് നൽകുന്നതായ പ്രഭാവത്തോടുകൂടി, പ്രാഗൽഭ്യത്തോടുകൂടി, അത് നൽകുന്നതായ ഔന്നത്യത്തോടുകൂടി ആ വിശാലത ഉൾക്കൊണ്ട് ആകാശസമമായി തീർന്നിരിക്കുന്ന ഒരു മനസ്സോടുകൂടി വേണം എന്തെങ്കിലും സംഹിതയോ ശാസ്ത്രമോ എഴുതാൻ. അതും ഭഗവാനെ പറ്റിയിട്ടുള്ള ഒരു ശാസ്ത്രം, അഖില ലോക ചരാചരങ്ങളെയും ഗ്രസിച്ചു ഉൾക്കൊണ്ട് നല്ലതും ചീത്തയുമെല്ലാം ഒരുപോലെ രണ്ട് കൈകൾ പോലെ
അണച്ച് രണ്ടിനെയും ഹൃദയത്തിൽ സ്വാംശീകരിക്കുന്നതായ ഭഗവാന്റെ ചരിത്രമാണ് ഭാഗവതത്തിൽ അങ്ങു തൊട്ടിങ്ങോളം. ചില ഭാഗങ്ങളെല്ലാം വളരെ സുന്ദരമാണ്, ആകർഷകമാണ്, രമ്യമാണ്, ഹൃദ്യമാണ്, ആസ്വാദ്യമാണ്. ചില സന്ദർഭങ്ങളെല്ലാം വളരെയധികം ആലോചനാവഹമാണ്. ദ്വന്ദ്വങ്ങൾ ധാരാളം തൊടുത്തുവിടുന്നതും സംശയങ്ങൾ ധാരാളം ഉന്നയിക്കുന്നതും വളരെയധികം ആഹ്വാനങ്ങളും വെല്ലുവിളികളുമായി നിൽക്കുന്നതായ പല രംഗങ്ങളുമുണ്ട്. ആ പലതും അവതരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഇതാ മഹാബലി മഹാബലി എന്നൊരു ചക്രവർത്തി, എല്ലാം കൊണ്ടും പ്രസിദ്ധനാണ്, പ്രഗത്ഭനാണ്, അങ്ങേയറ്റം ഉദാരമതിയാണ് അദ്ദേഹം. അങ്ങനെയുള്ള ഒരു മഹാചക്രവർത്തിയെ കൊണ്ടുവന്ന് നിർത്തി അദ്ദേഹത്തിലുള്ള കടുകുമണി പോലെയുള്ള ഒരു ദൂഷ്യമുണ്ട്. ആ ദൂഷ്യത്തെ നീക്കിയെടുക്കാൻ ഭഗവാന് പോലും കഷ്ടപ്പെടേണ്ടി വന്നു എന്നുള്ള ഒരു രംഗമാണ് അവതരിപ്പിക്കുന്നത് വാമനാവതാരത്തിൽ. മനസ്സിലായോ നിങ്ങൾക്ക്? ഇതേ വേദവ്യാസ മഹർഷി രചിച്ചു തന്ന ഒരു രംഗമാണ്, ഒരു ചരിത്രമാണ്. ആരുടേത്? കർണന്റേത്. ആ കർണൻ അതിനിഗുണനായിരുന്നു, അസ്ത്രശസ്ത്ര വിദഗ്ധനായിരുന്നു, കെങ്കേമനായിരുന്നു, അങ്ങേയറ്റത്തെ ദാനശീല മഹാപ്രഭുവായിരുന്നു. അങ്ങനെയൊക്കെ ആയാലും കർണന്റെ ഉള്ളിൽ തെറ്റായിട്ടുള്ള ഒരാഗ്രഹം, ഒരത്യാഗ്രഹം കടന്നു കളിച്ചു. ആ അത്യാഗ്രഹം കൊണ്ട് കർണൻ മുടിഞ്ഞു. ചെയ്തതൊക്കെ തെറ്റാണ്. ഇങ്ങനെയുള്ള തെറ്റുകൾ മനുഷ്യ ഹൃദയത്തിൽ പതിയിരിക്കാം. അത് എത്ര കെങ്കേമനെയും പടുകുഴിയിൽ കൊണ്ട് ചാടിക്കും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കർണനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ കർണൻ എന്തിന്റെ പേരിലാണ് നിറഞ്ഞ സദസ്സിൽ വെച്ച് ദ്രൗപദിയെ വിളിക്കൂ, തൊട കാണിച്ചു കൊടുക്കൂ, അവിടെ ഇരുത്തട്ടെ എന്ന് പറഞ്ഞ് പ്രേരിപ്പിച്ചത്? കർണനെ പോലെ ഒരു മഹാരാജാവ് ചെയ്യേണ്ടതാണോ? അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെയുള്ളതായ പോരോ മാത്സര്യമോ തീണ്ടാമായിരുന്നുവോ? അപ്പൊ പലരും കർണചരിത്രം വായിച്ച് അദ്ദേഹം ദയാശീലനാണ് ദയാശീലനാണ് എന്ന് പറഞ്ഞ് ചില വികട കവികൾ അദ്ദേഹത്തെ സ്തുതിക്കുന്നവരില്ല. ഈ കാര്യങ്ങളൊന്നും അറിയാത്തവരായിരുന്നോ വേദവ്യാസ മഹർഷി? അദ്ദേഹം അവതരിപ്പിച്ച കർണനെയല്ലേ നമുക്കറിയൂ. ആ കർണനെ അവതരിപ്പിച്ച് അദ്ദേഹത്തിന്റെ 99 ഗുണശീല മഹിമകളും അതേ സമയത്ത് കഠിനമായിരിക്കുന്ന ഒരു ദൂഷ്യവും അതും അവതരിപ്പിച്ച് ഇങ്ങനെയുള്ള ദൂഷ്യങ്ങൾക്ക് മനുഷ്യ മനസ്സേ നീ വിധേയമാകരുത്, ജനസമുദായമേ നിങ്ങൾ അടിമപ്പെട്ടു പോകരുത്, കർണനെ കണ്ട് പഠിക്കൂ എന്ന് പറഞ്ഞ മാതിരിയാണ്. അതേമാതിരിയാണ് മഹാബലിയെ മറ്റൊരു പശ്ചാത്തലത്തിൽ. എന്നാൽ കർണനിലുള്ള ദൂഷ്യം അതേമാതിരി ചാവുന്നത് വരെ, വീഴുന്നത് വരെ തുടർന്നില്ല. മഹാബലിയുടെ ദൂഷ്യം ഇല്ലാതെയായി. മഹാബലിയും അത് വേണ്ടതുപോലെ മനസ്സിലാക്കി മഹാവിഷ്ണുവിനെ സ്തുതിച്ച് ബ്രഹ്മാവിന്റെ അഭിനന്ദനങ്ങളേറ്റ് മുത്തശ്ശനായിരിക്കുന്ന പ്രഹ്ലാദൻ ആ സന്ദർഭത്തിൽ വന്ന് സമ്മാനവും എല്ലാവിധത്തിലുള്ള അഭിനന്ദനങ്ങളും വാമനനും കൊടുത്ത് എല്ലാവർക്കും കൊടുത്ത് കംപ്ലീറ്റ് ആയി പൂർണ്ണമായി മംഗള പര്യവസായി ആയിരിക്കുന്ന ഒരു രംഗമാണ് ഈ വാമനൻ അവതരിക്കുന്നതായ രംഗം. മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മളൊരു ഓണം ആഘോഷിക്കാറുണ്ട്. ആ ഓണം എന്തിനു വേണ്ടി എന്നുള്ളത് കേരളീയർക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല. മഹാബലിയെ എന്തു ചെയ്തു? മഹാബലിയെ അഭിഷേകം ചെയ്തു വാമനൻ, അഭിനന്ദിച്ചു വാമനൻ, എന്നിട്ട് സുതലത്തിലേക്ക് പറഞ്ഞയച്ചു. സ്വർഗം കാക്ഷിക്കുന്നവർ, സ്വർഗികൾ പോലും അഭിലഷിക്കുന്നതാണ് സുതലം. അവിടെ പറഞ്ഞയച്ചു. പ്രഹ്ലാദനോട് കൂടെ പോവാൻ പറഞ്ഞു. ആദിവ്യാധികളില്ലാതെ ദീർഘകാലം അവിടെ നിന്ന് സാവർണ മന്വന്തരത്തിൽ ദേവേന്ദ്രനായി തീരണം. അവിടെ നിന്നെ ഒരു വിധത്തിലുള്ളതായ തെറ്റുകളും ദൂഷ്യങ്ങളും തീണ്ടില്ല. നിന്റെ മനസ്സിൽ എന്തെങ്കിലും ചില തകരാറുകൾ ഉണ്ടെങ്കിൽ അത് മുഴുവൻ പോയി കാണും. എന്നെ എപ്പോഴും കാണാം, എന്റെ സഹവാസം എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് അങ്ങ് സന്തോഷമായി അങ്ങോട്ട് പോകൂ എന്ന് പറഞ്ഞ് സ്വർഗവാസികൾ പോലും ഇന്നും അഭിലഷിക്കുന്നതായ സുതലത്തിലേക്കാണ് പറഞ്ഞയച്ചത്. അങ്ങനെ മഹാബലിയെ അനിതര സാധാരണമായ രീതിയിൽ, അത്യപൂർവമായ രീതിയിൽ സമ്മാനിച്ച് ശാശ്വത രൂപിയാക്കി തീർത്തതായ ഒരു രംഗമാണ്. അല്ലാണ്ട് മഹാബലിയെ ശപിച്ചതോ ധിക്കരിച്ചതോ ചവിട്ടിത്താഴ്ത്തിയതോ അല്ല. നേരെ മറിച്ച് അങ്ങേയറ്റം ഉയർത്തിയതാണ് ഈ കഥയുടെയും ഈ അവതരണത്തിന്റെയും പര്യവസാനം. നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കുന്നുണ്ടോ? ഇല്ല. അടുത്ത കാലത്ത് ഓണം ആഘോഷിച്ചപ്പോ ഒരു ലേഖനം എഴുതിയത് എനിക്ക് ലേഖകൻ അയച്ചു തന്നു. വരേണ്യവർഗം അതിന്റെ ആധിപത്യം ബാക്കിയുള്ളവരുടെ മുകളിൽ ചുമത്തിയതാണ് ഈ ഓണക്കഥ എന്ന്. ഐ എം വെരി സോറി ടു സേ ദിസ്. തിരുവോണം എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവമാണ്. ഉത്സവം എന്ന് പറയുമ്പോൾ നല്ല കാര്യങ്ങളാണ് ഉത്സവത്തിൽ ആഘോഷിക്കുക. ഇവിടെ നല്ല കാര്യം എന്താ? വാമനൻ അവതരിച്ചതോ നല്ലത്, അതോ മഹാബലിക്ക് പട്ടം കെട്ടിച്ചതോ നല്ലത്?
പട്ടം കെട്ടിക്കാൻ വേണ്ടി അവിടെ വന്നതാണ്. മഹാബലിയെ ഒരു വാക്ക് ചീത്ത പറയാനല്ല, മഹാബലിയുമായി നേരിട്ട് നിന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഗുണങ്ങൾ മുഴുവൻ പുറത്തു കൊണ്ടുവരാനും അതേ സമയത്ത് ദൂഷ്യത്തെക്കുറിച്ച് ബോധവാനാക്കാനും കൂടി ഭഗവാൻ പ്രത്യേകമായി അദൃശ്യമായിരിക്കുന്ന ശക്തി ദൃശ്യമായി അവതരിച്ച് അഭിമുഖ സംഭാഷണത്തിലൂടെ, സംവാദത്തിലൂടെ, ചോദ്യോത്തരങ്ങളിലൂടെ, ഏറ്റവും വിശേഷപ്പെട്ടത് യാചനയിലൂടെ ആ മഹാത്മാവിന്റെ മഹാത്മ്യത്തിന്റെ പഴുതു തീർത്ത് അതിനെ പൂർണ്ണ പുഷ്കല സുന്ദരമാക്കി തീർത്തു. ഇതാണ് വാമനന്റെ അവതാരത്തിൽ ഞാൻ ഭാഗവത ശാസ്ത്രത്തിൽ നോക്കിക്കാണുന്നത്. ഈ വാമനാവതാരത്തിന്റെ പശ്ചാത്തലം മിക്കവാറും നിങ്ങൾക്കറിയാം. ഞാൻ കഥ പറയുന്ന ആളല്ല, കഥ പറയാൻ നന്നാവൂല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ കഥനം എന്തിനാണെന്ന് പറഞ്ഞാൽ വളരെ നന്നായിരിക്കും. ദേവന്മാരും അസുരന്മാരും കൂടി യുദ്ധം ചെയ്തു. ആ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അസുരന്മാരോടുകൂടി കൂട്ടുപിടിച്ച് അവരെ സമന്വയിപ്പിച്ചു കൊണ്ടുവന്ന് രണ്ടാളും കൂടി ഒന്ന് അമൃത് കടയുക എന്നൊക്കെ പറഞ്ഞ് വിളിപ്പിച്ചത്. അമൃതൊക്കെ കടഞ്ഞതിന് ശേഷം അസുരന്മാരെ അമൃത് തട്ടിക്കൊണ്ടുപോയി. ആ തട്ടിക്കൊണ്ടുപോയ തട്ടപ്പന്മാരുണ്ടല്ലോ, അവരെ തട്ടിക്കാൻ വേണ്ടി കള്ളനെ കുള്ളൻ പായാൻ മോഹിനി രൂപമെടുത്ത് അമൃത് തിരിച്ചു കൊണ്ടുവന്ന് അവരെ കണ്ടുകൊണ്ടിരിക്കേ, കേൾക്കുന്നുണ്ടോ നിങ്ങള്? കണ്ടുകൊണ്ടിരിക്കേ അവരുടെ മുമ്പിൽ തന്നെ വെച്ച് ആടി ഉലഞ്ഞ് ദേവന്മാർക്കെല്ലാം കൊടുത്ത് മറ്റുള്ളവർക്ക് ഒന്നും കൊടുക്കാതെ കഴിച്ചു കൂട്ടി ഈ മോഹന രൂപം മോഹിനി. അത് കഴിഞ്ഞപ്പോൾ അസുരന്മാർക്ക് ദേഷ്യം വന്നു, യുദ്ധം തുടങ്ങി. ആ യുദ്ധത്തിൽ അമൃത് കഴിച്ചിട്ടുള്ള യുദ്ധമാണ്. അപ്പൊ ദേവന്മാർക്ക് അസുരന്മാരെ തോൽപ്പിക്കാൻ സാധിച്ചു. എല്ലാവരും ഒരുവിധം ചത്തുപോയി. മഹാബലി അടക്കം മരിച്ചുപോയ സമയത്ത് ഏതാണ്ട് കുറച്ച് അസുരന്മാരെ മിച്ചം വന്നുള്ളൂ. അപ്പൊ നാരദ മഹർഷി ഓടി വന്ന് പറഞ്ഞു, നിർത്തൂ യുദ്ധം, ബാക്കിയുള്ള അസുരന്മാർ അവിടെ നിന്നോട്ടെ എന്ന്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോ ദുഷ്ടന്മാരോ അസുരന്മാരോ ഇല്ലാതിരിക്കുന്ന ഒരു ലോകം ഉണ്ടാകരുത് എന്നാണ് സൃഷ്ടികർത്താവിന് പോലും മനസ്സിൽ. ഒരിക്കലും നിങ്ങൾ പറഞ്ഞു പോകരുത് എൻ്റെ വീട്ടിലെ എല്ലാവരും എന്താ നന്നാവാത്തത് എന്ന്. 5 ആളുണ്ടെങ്കിൽ 2 എണ്ണെങ്കിലും കൊല്ലാത്തതാവണം, അപ്പോഴേ ശരിയാവുള്ളൂ. അങ്ങനെ ഉണ്ടാവും നമ്മുടെ സമാജത്തിൽ. അങ്ങനെ അവിടുന്ന് പോയി ഇവരെല്ലാവരും കൂടി അസ്തമയ പർവ്വതത്തിൽ ചെന്നു. അവിടെ ചെല്ലുമ്പോഴും ശുക്രാചാര്യൻ, ദേവന്മാരുടെ ഗുരുവാണ് ബൃഹസ്പതി. അതേമാതിരി ശുക്രാചാര്യനും ഒരു ബ്രാഹ്മണോത്തമനാണ്, അസുരന്മാരുടെ ഗുരു. രണ്ടുപേരും ഒരു നിലയ്ക്ക് തുല്യപ്രഭാവികളാണ്. അവിടെ ചെന്നപ്പോ അവരെ എല്ലാവരെയും സ്വീകരിച്ച് സഞ്ജീവനി കൊണ്ടുവന്ന് അസുരന്മാരെ ഉജ്ജീവിപ്പിച്ച് മഹാബലി മരിച്ചുപോയ സ്ഥലത്തിൽ നിന്ന് രണ്ടാമതും ഉജ്ജീവിപ്പിച്ച് അദ്ദേഹത്തിനെ കൊണ്ട് വിശ്വയുക്തി യാഗം കഴിച്ചു. ആ യാഗത്തിൽ നിന്ന് തങ്കത്തേര്, പച്ചക്കുതിര, ഒടുങ്ങാത്ത ആവനാഴി, ഒരു തങ്കധനുഷ്. ശുക്രാചാര്യന് അദ്ദേഹത്തിന് ഒരു സമ്മാനം കൊടുത്തു, ധ്വജവും കൊടുത്തു. അങ്ങനെ എല്ലാ വിധത്തിലുള്ള യോഗ്യതകളും കൊടുത്ത് ശുക്രാചാര്യന് തന്നെ പറഞ്ഞു, മഹാബലി നീ ഇപ്പൊ അജയ്യനായിരിക്കുന്നു. അങ്ങനെ അജയ്യനായി തീർന്ന മഹാബലി ഇന്ദ്രലോകത്തെ ആക്രമിക്കാനായി ചെന്ന് വലിയ സന്നാഹങ്ങളോടുകൂടി വരുന്നത് കണ്ടപ്പോ ദേവേന്ദ്രൻ തന്നെ കിടിലം കൊണ്ടു. ആ കിടിലം കൊണ്ട ദേവേന്ദ്രൻ ഉടനെ ചെന്നത് ബൃഹസ്പതി ആചാര്യന്റെ അടുത്താണ്. ആചാര്യൻ പറഞ്ഞത് എന്താ? ഇപ്പൊ അസുരന്മാർക്ക് വലിയ കാലമാണ്. ബ്രാഹ്മണരുടെ ശിക്ഷണത്തിൽ അവരുടെ യാഗയജ്ഞ ബലത്തോടുകൂടി അതിശക്തന്മാരായി തീർന്നിരിക്കുന്നതായ അസുരന്മാരെ ഇപ്പൊ നേരിടാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ സ്വർഗം വിട്ടുപൊക്കോളൂ എന്ന് പറഞ്ഞു. കേൾക്കുന്നുണ്ടോ നിങ്ങള്? ഇതാരാ പറഞ്ഞത്? ബൃഹസ്പതി ദേവാചാര്യൻ. സ്വർഗം വിട്ടുപൊക്കോളൂ, അതാ നല്ലത് എന്ന്. ദേവേന്ദ്രൻ അടക്കം എല്ലാവരും വേഷം മാറി ഒളിഞ്ഞു മാറി. അങ്ങനെ ഒളിഞ്ഞു മാറി കുറെ കാലം കഴിഞ്ഞു. ദേവേന്ദ്രൻ പോലും പരാജയപ്പെട്ട് സ്വർഗവാസികളെല്ലാം തോറ്റ് ആ തോൽവിക്കെതിരെ വേറെ ഒരു വഴിയില്ല എന്ന് ബൃഹസ്പതി ഉപദേശിക്കും കൂടി ചെയ്തിട്ടുള്ളതായ ഒരു പ്രതിസന്ധിയാണ് ഭാഗവത മഹർഷി നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. ഇനിയിപ്പോ ഇവിടെ ആരാ കാര്യം നടത്താൻ? നമ്മൾ ഇന്ദ്രനെയും ചന്ദ്രനെയും പ്രസാദിപ്പിച്ചിട്ടാണല്ലോ നമുക്ക് ഓരോ കാര്യങ്ങൾ നേടിയെടുക്കുന്നത്. അശ്വമേധാദി യാഗങ്ങളൊക്കെ നമ്മൾ നടത്തുന്നത് എന്തിനു വേണ്ടിയാ? ദശരഥന് പുത്രനുണ്ടായത് എങ്ങനെയാ? അശ്വമേധയാഗവും പുത്രകാമേഷ്ടി യാഗവും നടത്തിയിട്ടാണ്. ആ വക കാര്യങ്ങൾ ഇപ്പൊ ദേവേന്ദ്രൻ തന്നെ ദുർബലനായിരിക്കുക. ആ സമയത്ത് എന്തു വന്നു? ഒരു ദിവസം കശ്യപ മഹർഷി ദീർഘകാലം തപസ് ചെയ്ത് ആ തപസ്സിന്റെ അവസാനത്തിൽ അതിഥിയെ ഒന്ന് സന്ദർശിച്ചു കളയാം ധർമ്മപത്നിയെ എന്ന് പറഞ്ഞ് അതിഥിയുടെ ഗൃഹത്തിൽ ചെന്നു. അദ്ദേഹത്തിനെ സത്കരിച്ചിരുത്തി എല്ലാം കഴിഞ്ഞു. എന്താ മുഖത്തിനൊരു മ്ലാനത എന്ന് ചോദിച്ചു. എൻ്റെ മ്ലാനതയോ? എൻ്റെ കുട്ടികളും അവരുടെ പാർപ്പിടങ്ങളും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഒരമ്മയ്ക്ക് എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, സഹായിക്കാൻ പറ്റും?
എനിക്ക് വളരെ വിഷമമാണ് കാര്യം. അതുകൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ടു പോയതായ സ്വർഗം തിരിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ എന്തു വേണം എന്ന് ആലോചിക്കുകയാണ്. ശരി, നിന്റെ വേദന ഞാൻ മനസ്സിലാക്കുന്നു. ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കുന്നത് എളുപ്പമല്ല. അതുകൊണ്ട് സർവയജ്ഞപതിയായിരിക്കുന്ന മഹാവിഷ്ണുവിനെ നല്ല പോലെ സ്തുതിക്കൂ. അതിന് മീനമാസത്തിൽ 12 ദിവസം ശുക്ലപക്ഷത്തിൽ നീണ്ടു നിൽക്കുന്ന ഒരു പയോവ്രതമുണ്ട്. പാല് മാത്രം കഴിച്ച് നിലത്തിൽ കിടന്നുകൊണ്ട് ഒരു പയോവ്രതം അനുഷ്ഠിക്കൂ. മഹാവിഷ്ണു പ്രത്യക്ഷമായി ഇതിന് പരിഹാരം കാണുമെന്ന് പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ദേവേന്ദ്രനും ദേവേന്ദ്രന്റെ അനുയായികളും പരിപൂർണമായി പരാജയപ്പെട്ട് സ്വർഗം നഷ്ടപ്പെട്ട് ഒളിവിൽ കഴിയുന്നതായ ഒരു പ്രതിസന്ധി പരിഹരിക്കാൻ ഇതിലൊന്നും പെടാത്തതായ ഒരൊറ്റ വ്യക്തി പര്യാപ്തയാകാൻ പോവുകയാണ്. ഒരു വ്യക്തിയെ കൊണ്ട് ഒരു സമാജം മുഴുവനും, ഒരു രാഷ്ട്രം മുഴുവനും ചിലപ്പോൾ ഉന്നയിക്കപ്പെടും. കൂട്ടായുള്ള പ്രയത്നം പരാജയപ്പെട്ടിരിക്കുമ്പോഴും ഒരാളുടെ മനസ്സങ്കല്പവും ഒരാളുടെ പ്രയത്നം കൊണ്ടും കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചു എന്ന് വരാം. അങ്ങനെ പയോവ്രതം അനുഷ്ഠിച്ചു. മഹാവിഷ്ണു ഓടി വന്നു, പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് സങ്കടങ്ങളെല്ലാം അറിഞ്ഞു. ഭദ്രേ, നിന്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. അമ്മയുടെ മനസ്സ് നോവുന്നത് എങ്ങനെയാണ്, എന്തിനാണ്? അമ്മയുടെ മനസ്സ് നോവുന്നത് എങ്ങനെയാണ്, എന്തിനാണ് എന്ന് എനിക്ക് നല്ല പോലെ അറിയാം. പക്ഷെ ഈ കാര്യം നേടിയെടുക്കാൻ എളുപ്പമല്ല. അസുരന്മാര് അത്യുഗ്ര ബലമുള്ളവരാണ്. ആ ബലമുള്ള അസുരന്മാരെ നേരിട്ട് യുദ്ധം നേരിടേ ചെയ്യാൻ സാധിക്കില്ല. അതിനെന്തെങ്കിലും സൂത്രങ്ങളും ഒളിവും തഞ്ചവും തരവും കണ്ടുപിടിക്കണം. അത് ആലോചിച്ചു വേണം ചെയ്യാൻ. ഞാനൊരു കാര്യം ചെയ്തു കളയാം. കശ്യപന്റെ ശരീരത്തിലൂടെ കശ്യപന്റെ അംശമായി ഭവതിയുടെ ഗർഭത്തിൽ ഒരുത്തനായിട്ട് ജനിക്കാം സന്താനമായി. ആ സന്താനമായി ജനിച്ചതിന് ശേഷം ഞാൻ വേണ്ടത് ചെയ്തോളാം. പക്ഷെ ഒരു കാര്യമുണ്ട്. ഇത് ദിവ്യരഹസ്യമാണ്. ഒരൊറ്റ ആളോട് പറയരുത്. നല്ല കാര്യങ്ങൾ നടത്താൻ പോകുമ്പോൾ നാം അഡോപ്റ്റ് ചെയ്യുന്ന, സ്വീകരിക്കുന്നതായ മാർഗങ്ങളുണ്ടല്ലോ, ആ മാർഗങ്ങൾ ഗോപ്യമായിട്ടിരിക്കണം. ഒരൊറ്റ ആളോടും പറയരുത്. അതുകൊണ്ട് സൂക്ഷിച്ചിരിക്കൂ. അതാണ് നമ്മുടെ കാലത്ത് ഇപ്പോഴും അറസ്റ്റ് അർദ്ധരാത്രിയിൽ നടത്തുന്നത്. പുറത്ത് പറഞ്ഞ് നടത്തിയ വലിയ കുഴപ്പമാണ്. അവിടെ അറസ്റ്റ് നടക്കണോ, ഉറങ്ങി കിടക്കുമ്പോഴാവും ചിലപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പുറപ്പെടേണ്ടത്. ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ ഞാൻ അറസ്റ്റ് ചെയ്യാൻ വരുന്നു, ഇതാ പെരുമ്പറയടിച്ച് ഇതാ വരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഒരു വലിയ കളവും യുദ്ധവുമാവും. വേണ്ടാത്തവരൊക്കെ ചത്തുപോകും അവിടെ. അപ്പൊ സൂത്രത്തിൽ നടത്തണം. അതുകൊണ്ട് ഒരൊറ്റ ആളോട് പറയരുത്. അങ്ങനെ പ്രത്യക്ഷപ്പെട്ടു, എല്ലാം ചെയ്തു. ഗർഭായി ഒരു കുട്ടി ജനിച്ചു. ബ്രഹ്മാവ് വന്ന് സ്തുതിച്ചു. കശ്യപനും തന്റെ പുത്രനെ സ്തുതിച്ചു. എല്ലാം ഭംഗിയായി. ഓരോരുത്തർ ഓരോ സാധനങ്ങൾ കൊടുത്തു. ഒരാള് പൂണോല്, ഒരാള് മൂഞ്ചി കൊടുത്തു, പിന്നെ ഒരാള് കമണ്ടല് കൊടുത്തു. അങ്ങനെ പലതും കൊടുത്ത് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കേ പെട്ടെന്ന് ആ ജനിച്ച കുട്ടി ഒരു കുള്ളനായി, വാമനനായി തീർന്നു. എന്താ വിശേഷം എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോ നർമ്മദാ നദീ തീരത്തിൽ ഭൃഗുകച്ഛപം എന്ന് പറയുന്ന ദേശത്തിൽ മഹാബലി വലിയ ഒരു യാഗം നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ബ്രഹ്മചാരി എവിടെയാ ചെല്ലുക? പറയൂ, വിവാഹത്തിനാണോ ചെല്ലുക അതോ പിറന്നാളിനോ ചെല്ലുക? ഒരു ബ്രഹ്മചാരിക്ക് പോകേണ്ട ഇടം എവിടെയാ? എന്താ മിണ്ടാത്തത് നിങ്ങളുടെ വീട്ടിലോ? ഒരു ബ്രഹ്മചാരിക്ക് ആ ബ്രഹ്മചര്യം തുളുമ്പുന്ന സ്ഥലത്ത് വേണമല്ലോ പോവാൻ. അപ്പൊ ആ ഒരു യാഗസന്ദർഭത്തിൽ ഞാൻ പോവാ എന്ന് പറഞ്ഞു. മെതിയടിയിട്ട് ഓലക്കൊടയുമായി വടുവായിട്ട് പോവാണ്. എന്തിനാ ഈ വാമനനായത്? സാധാരണ ഒരാളായിട്ട് പോയാൽ അതിന് മഹിമ മതിയാവില്ല. എന്തെങ്കിലും അവിടെ വിശേഷ ലക്ഷണങ്ങളുണ്ട്. മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാം, ഇത് അസാധാരണമാണ്, അതിൻ്റെ പിന്നിൽ വലിയൊരു മഹത്വമുണ്ട് എന്ന് മനസ്സിലാക്കി ചെറിയ ആളായി മെതിയടിയിട്ട് അങ്ങനെ നടക്കാൻ തുടങ്ങി. അപ്പൊ അർത്ഥവാദം പൂഴ്ത്തി പറയലുണ്ടല്ലോ, ആ ഭാഷയിൽ വേദവ്യാസ മഹർഷിയ പറയാണ്, ഈ പൊക്കം കുറഞ്ഞ വടുങ്ങനെ മെതിയടിയിട്ട് നടക്കുന്ന സമയത്ത് ആ ഭൂമിയൊക്കെ കുഴിഞ്ഞു പോയി അത്രേ. അവസാനം അവിടെ ചെന്നു. ഈ ബ്രഹ്മചാരിയങ്ങൾ കണ്ടപ്പോ മഹാബലി കർണനെ പോലെയല്ല, മനസ്സിലാക്കിക്കോളൂ, ആ മഹാബലി പരമസന്തുഷ്ടനായി. ഈ സത്രശാലയെ ചൊല്ലി ചിലപ്പോൾ ഞങ്ങളുടെ ആശ്രമത്തിലും ഇവിടെയൊക്കെ ബ്രഹ്മചാരികൾ വരാറുണ്ട്. തല മൊട്ടയടിച്ച് വെളുത്ത വസ്ത്രം കൊടുത്ത് നെറ്റിയിൽ സങ്കോചമില്ലാതെ ഒരു പൊട്ടിട്ട് ചിലർക്ക് ശിഖിയുമായിട്ട് അങ്ങോട്ട് കണ്ടാൽ എനിക്ക് എന്തുമാത്രം സന്തോഷമാണെന്നറിയോ. ഈ സ്വാമിജിയുടെ മനസ്സില് മഹോത്സവമാണ് ബ്രഹ്മചാരികളെ കാണൽ. നിങ്ങൾ വിചാരിക്കണം ഇങ്ങനെ ചീന്തി പോക്കറ്റിലും ചീർപ്പിട്ടിട്ട് എന്ന് പറഞ്ഞാലേ സൗന്ദര്യമുള്ളൂ എന്ന്. ഞാനൊരു ബ്രഹ്മചാരിയിൽ കാണുന്ന സൗന്ദര്യത്തിന്റെ 1000-1 സൗന്ദര്യം നിങ്ങൾ കെട്ടിയ ഭർത്താക്കന്മാരിലോ ഭാര്യമാരിലോ കുട്ടികളിലോ കണ്ടിട്ടുണ്ടാവില്ല എന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം.
നല്ലത് ആസ്വദിക്കാനുള്ള കണ്ണുകൾ വേണം, നല്ലത് ആസ്വദിക്കാനുള്ള നുണയാനുള്ള മനസ്സ് വേണം, ഹൃദയം വേണം. ആ ബ്രഹ്മചാരിയെ കണ്ടതും എല്ലാവരും എണീറ്റു, സർവരും നിഷ്പ്രഭരായി തീർന്നു. മഹാബലി സ്വാഗതം ചെയ്ത് വളരെയധികം വിനയത്തോടുകൂടി, വണക്കത്തോടുകൂടി, സ്നേഹ സൗഹാർദ്ദത്തോടുകൂടി, അങ്ങേയറ്റം മതിപ്പോടെ, ബഹുമാനത്തോടെ സ്വീകരിച്ചു. എൻ്റെ യാഗം കൃതാർത്ഥമായി, അന്വർത്ഥമായി, അപ്രതീക്ഷിതമായിരിക്കുന്ന സാഫല്യസിദ്ധി എനിക്ക് ഉണ്ടായി കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്വാഗതം ചെയ്ത് സ്വീകരിച്ചത്. അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ കഥ എന്നുള്ളത് ഒരു ഭാഗമാണ്. കഥയല്ലാത്തൊരു ഭാഗമുണ്ടതിന്. അത് പറയാനാണല്ലോ തത്വസമീക്ഷാ സത്രം, അതാണല്ലോ നമുക്ക് ആവശ്യം. സ്വാഗതേനാഭിനന്ദ്യാഥ പാദൗ ഭഗവതോ ബലിഹി അവനിജ്യാർച്ചയാമാസ മുക്തസംഗ മനോരമം. ഞാൻ ഇതാണ് പറയുന്നത്. നിങ്ങൾ ഭാഗവതം കുറേശ്ശെ വായിക്കണം. ആ വാക്കുകളുണ്ടല്ലോ, ഒരൊറ്റ വാക്ക് മതി നിങ്ങളുടെ മനസ്സിലുള്ള അല്ലൽ നീങ്ങാൻ. പലപ്പോഴും ഞാൻ പറയാനുള്ളതാണ് ശ്ലോകം. ശ്ലോകം എന്നുള്ള വാക്കിന് അർത്ഥം ശോകം ഉന്മൂലനം ചെയ്യുന്നത്, നീക്കുന്നത് എന്നാണ്. ഇതേ പറയുന്ന വാക്കുകൾ ശ്ലോക രൂപത്തിലല്ലാതെ ഗദ്യസാഹിത്യത്തിൽ പറഞ്ഞാൽ അത് ഓർമ്മ വയ്ക്കാനും മനസ്സിലിങ്ങനെ ആവർത്തിച്ച് ഉദിക്കാനും സാധ്യമല്ല. അപ്പൊ ഇതിൽ അദ്ദേഹം പറയുന്നത് എന്താ? സ്വാഗതേനാഭിനന്ദ്യാഥ പാദൗ ഭഗവതോ ബലിഹി അവനിജ്യാർച്ചയാമാസ മുക്തസംഗമനോരമം. മുക്തസംഗമനോരമം. എത്ര രമണീയനായിരുന്നു, മനോരമനായിരുന്നു ആ വന്ന ബ്രഹ്മചാരി. എന്തുകൊണ്ടാ? കുറെ സ്വർണം എടുത്ത് കെട്ടിയിട്ടുണ്ടോ? നല്ല ജുബ്ബയൊക്കെ ഇട്ടിട്ടുണ്ടോ? സ്വർണ്ണ ബട്ടൺസ് ഒക്കെ ഉണ്ടോ? കയ്യിൽ വാച്ചുണ്ടോ? ഒന്നുമില്ല. ഒരു കമണ്ടലു, ഒരു ഓലക്കൊട, മുകളിൽ നഗ്നമായിരിക്കുന്ന ശരീരം, അതിൽ 3 അഴയുള്ള ഒരു പൂണോല്, ഇത്രയേ ഉള്ളൂ. കവിഞ്ഞതൊരു പക്ഷേ ഒരു ഗ്രന്ഥക്കെട്ട് അത് അദ്ദേഹത്തിന് ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരുവിധം അർദ്ധനഗ്നനായി തല മൊട്ടയടിച്ച് അവിടെ അങ്ങോട്ട് ചെന്നപ്പോ സ്വാഗതേനാഭിനന്ദ്യാഥ അവനിജ്യ ആർച്ചയാമാസ. വേഗം വെള്ളം കൊണ്ടുവന്നു. ആരെങ്കിലും സന്യാസിമാരോ അതിഥിമാരോ വന്നാൽ നിങ്ങൾ എന്ത് വേണം? സോഫ എടുത്തിട്ട് നീക്കല്ല വേണ്ടത്. ഇരുന്നോളൂ, എനിക്ക് നല്ല സാധനങ്ങളൊക്കെ ഉണ്ടേ. ആദ്യം വേണ്ടത് അവരുടെ കാല് കഴുകിക്കുക. തലയിൽ വെള്ളം കൊണ്ടൊഴിക്കരുത് കേട്ടോ, ജലദോഷം വരും. അവരുടെ കാല് കഴുകുക. പഴയ കാലത്ത് ധാരാളം പൊടിപടലങ്ങളാണല്ലോ, അപ്പൊ വന്ന് കയറുമ്പോ കാല് കഴുകിക്കുക. മുക്തസംഗ മനോരമം. നോക്കൂ, ഈ ഒരു ലാസ്റ്റ് ലൈനുണ്ടല്ലോ, മുക്തസംഗ മനോരമം. എല്ലാ വിധത്തിലുള്ള സംഘങ്ങളും ഒട്ടലും ഈശ്വരുകളും ഇല്ലാതെയായതുകൊണ്ട് മനോരമനായിരിക്കുന്ന ആളെ വിളിച്ചു. തത്പാദശൗചം ജനകൽമഷാപഹം സധർമ്മവിന്മൂർധ്യദധാത്സുമംഗലം യദ്ദേവദേവോ ഗിരിശശ്ചന്ദ്രമൗലിഃ ദധാരമൂർധ്നാ പരയാച ഭക്ത്യാ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങളുടെ മനസ്സിൽ ആ ബ്രഹ്മചാരി പോണുണ്ടോ? അവിടെ എത്തിയോ? മഹാബലിയുടെ സൗധത്തിൽ എത്തിയോ? ചക്രവർത്തിയുടെ യാഗസന്നിധിയിൽ. ആ യാഗസന്നിധിയിൽ എത്തിയപ്പോ അവിടെ എന്തുണ്ടായി? തത്പാദശൗചം ജനകൽമഷാപഹം. ഇങ്ങനെയാണ് വാക്കുകൾ കൊണ്ട് ആശയ വിപ്ലവം, ആശയ സൗന്ദര്യം, ആശയ പവിത്രത രൂപീകരിക്കുന്നത്. ജനകൽമഷാപഹം. നിങ്ങൾ എത്രയോ ഗ്ലാസ് വെള്ളം കുടിക്കും, അത് മുഴുവൻ ശരീരത്തിനുള്ളതാണ്. ഏത് വെള്ളമാണ് നിങ്ങളുടെ മനസ്സിനെ ശുദ്ധമാക്കാനുള്ളത്? സജ്ജനങ്ങളുടെയും സന്യാസിമാരെയും അതേമാതിരി തപസ്വികളുടെയും കാല് കഴുകി, ആ കാല് കഴുകിയ വെള്ളം തലയിൽ ഒഴിക്കുകയോ പ്രോക്ഷണം ചെയ്യുകയോ ചെയ്താൽ അത് മാത്രമേ മനസ്സിനെ ശുദ്ധമാക്കുള്ളൂ. മറ്റത് കൊടവയറുണ്ടാക്കി തീർക്കും ആ വെള്ളം. അത് മാത്രമേ ഉള്ളൂ. ഈ വെള്ളത്തിനാണ് ശുദ്ധീകരണത്തിനുള്ള ശക്തി. തത്പാദശൗചം ജനകൽമഷാപഹം. ജനങ്ങളുടെ കൽമഷം മുഴുവൻ നീക്കുന്നതാണ്. സധർമ്മവിത് മൂർധ്നി അദധാസുമംഗലം. പരിപൂർണമായി മംഗളപ്രദമായിരിക്കുന്ന ആ വെള്ളം തലയിലെടുത്ത് ധരിച്ചു അത്രേ. യദ്ദേവദേവോ ഗിരിശശ്ചന്ദ്രമൗലിഃ ദധാരമൂർധ്നാ പരയാച ഭക്ത്യാ. ചന്ദ്രമൗലി സാക്ഷാത് പരമശിവൻ തൻ്റെ ജടയിൽ അണിഞ്ഞിരിക്കുന്നതായ ഗംഗയ്ക്ക് തുല്യമായി തീർന്നു ആ പാദപ്രക്ഷാളനം കഴിഞ്ഞിട്ടുള്ള വെള്ളം, ജലം. അത് തലയിൽ ധരിച്ചു അത്രേ. എന്നിട്ട് അവിടുന്ന് അങ്ങോട്ട് സംസാരിച്ചു. വടു, വളരെ സ്വാഗതം ഹേ വടു, വളരെ നന്നായി. അങ്ങ് വന്നതുകൊണ്ട് എൻ്റെ പൂർവീകരെല്ലാം ശുദ്ധമായി അനുഗ്രഹീതരായിരിക്കുന്നു. എനിക്ക് വളരെയധികം സന്തോഷം. എൻ്റെ യജ്ഞം സഫലമായി, പൂർണ്ണ പുഷ്കലമായി. അങ്ങക്ക് ഇവിടെ വരാൻ തോന്നിയല്ലോ. അങ്ങക്ക് എന്താണ് ആവശ്യം? ഇവിടെ മഹാരാജാവാണ്, മഹാചക്രവർത്തിയാണ്. യാഗമെന്ന് പറഞ്ഞാൽ തന്നെ കയ്യിലുള്ള സമ്പത്ത് മുഴുവനും
പൊരിക്കാനുള്ളതാ. ഈ യാഗം എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് വിധത്തിലാണ് അവിടെ കാര്യങ്ങൾ. അവിടെ എന്ത് ചെയ്യണു? അഗ്നികുണ്ഡമുണ്ടാക്കി അതിൽ ഏറ്റവും വിലപിടിച്ച സാധനങ്ങൾ, നെയ്യടക്കമുള്ളത് ഹോമിച്ചുകൊണ്ടേയിരിക്കും. ഇതാ വിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്നു. ആ വിളക്കിന്റെ എണ്ണം പോരാന്ന് തോന്നി എനിക്ക്. അപ്പോഴാണ് കൂട്ടാൻ പറഞ്ഞത്. ഒരു ദിവസം എത്ര എണ്ണ വേണം? ഇതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കണം, കാറ്റ് കെടാതെ എന്നുണ്ടെങ്കിൽ അതിന് ചെലവ്. അഗ്നികുണ്ഡത്തിലുള്ള ഹോമം, അന്നദാനം, അതിന് ചെലവ്. പ്രവക്താക്കൾ ഇവിടെ വരണു, പന്തല്. ഈ സത്രം എന്ന് പറഞ്ഞാൽ ചെലവാണ്, അത് വരവല്ല. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ലാന്ന് തോന്നുന്നു. ഈ സത്രം വരവോ ചെലവോ? നിങ്ങൾക്കും ചെലവ്, നടത്തുന്നവർക്കും ചെലവ്. ഇത് വരവായിരിക്കാം, എനിക്കറിയില്ല, നിങ്ങൾ തന്നെ ആലോചിച്ചോളൂ. വരവുണ്ട് എന്ത്? ഇവിടെ വന്നു കൂടിയവർക്കും ഇത് നടത്തുന്നവർക്കും എല്ലാവർക്കും അങ്ങേയറ്റം ധന്യതയാണ്. യാഗം എന്ന് പറഞ്ഞാൽ യജനം ചെയ്യുക, കയ്യിലുള്ളത് മുഴുവൻ അങ്ങോട്ട് എരിച്ചു കളയുക, അഗ്നിദേവന് കൊടുക്കുക. ഏറ്റവും വിലപിടിച്ചത് അവിടെ കാണികളായും പങ്കെടുക്കാൻ വന്നവർക്ക് ഒരു ഭാഗത്ത് ദക്ഷിണയാണെങ്കിൽ ദക്ഷിണ സമ്മാനം, അല്ലെങ്കിൽ അന്നദാനം, വസ്ത്രദാനം. ഇങ്ങനെ മഹാരാജാവ് യാഗം നടത്തിയാൽ പിന്നെ കയ്യിലൊന്നും ബാക്കി വരില്ല അത്രേ. ഈ സത്രശാലയിൽ ആരാരെല്ലാം വരുന്നുണ്ടോ, ഈ സത്രം വേണ്ടതുപോലെ നടക്കണം എന്ന് വിചാരിച്ച് നിന്ന് എന്തെങ്കിലും ഉപഹാരങ്ങളോ സമർപ്പണങ്ങളോ നൽകണമെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ പിശുക്ക് തീണ്ടരുത് കേട്ടോ. എന്താ മനസ്സിലായോ? പിശുക്ക് തീണ്ടിപ്പോകരുത്. കയ്യിലുള്ളത് മുഴുവനും എത്ര പറ്റുമോ അത്ര കൊടുക്കുക. അങ്ങനെ അജൻ ഒരു യാഗം നടത്തിയത്രേ. ആ യാഗം നടത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കാശും പണവും എല്ലാം തീർന്ന് അദ്ദേഹം പടുദരിദ്രനായി. അപ്പോഴാണ് കൗത്സൻ വന്നത്, വരദന്തു മഹർഷിയുടെ ശിഷ്യൻ. അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ സ്വർണ്ണജലം കൊണ്ടുപോയി പാത്രത്തിൽ വെള്ളമെടുത്ത് സ്വീകരിക്കാൻ പറ്റിയില്ല. ഇപ്പൊ കാളിദാസൻ പറയാണ്, സമൃന്മയേ വീതഹിരൺമയത്വാത് പാത്രേ നിധായാർഘ്യമനർഘശീലഃ. മൺപാത്രത്തിലാണല്ലേ ആത്രേ വെള്ളം കൊണ്ടുവന്നത്. ഒരു രാജാവ് മൺപാത്രം വെച്ച് വെള്ളം കൊടുത്ത് സ്വീകരിക്കുന്ന സന്ദർഭം എപ്പോഴാ? യാഗം കഴിഞ്ഞപ്പോ കയ്യിലുള്ള മുതൽ മുഴുവൻ അങ്ങോട്ട് കൊടുത്തു. അപ്പൊ യാഗം എന്ന് പറഞ്ഞാൽ നൽകാനും കൊടുക്കാനും ത്യജിക്കാനും ഉള്ളതാണ്. അതുകൊണ്ട് ബ്രഹ്മചാരി അങ്ങ് വന്നതിൽ എനിക്ക് വളരെ സന്തോഷം. എന്താണ് ആവശ്യം എന്ന് വെച്ചാൽ ചോദിച്ചോളൂ. അങ്ങക്ക് വേണ്ടത് എന്തോ അത് ചോദിക്കാം. ഭക്ഷണമാണെങ്കിൽ ഭക്ഷണം, വസ്ത്രമാണെങ്കിൽ വസ്ത്രം, വാസസ്ഥലമാണെങ്കിൽ അത്, അല്ല ബ്രാഹ്മണ കന്യകയാണെങ്കിൽ അതും. കേട്ടോ നിങ്ങള്? കൊടുക്കുന്ന സമയത്ത് ഒരു പിശുക്കൂല്ല അവിടെ. ബ്രാഹ്മണ കന്യകയാണെങ്കിൽ അത്. ഗ്രാമങ്ങൾ വേണോ, കുതിരകൾ വേണോ, ആന വേണോ, തേര് വേണോ, എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. ഇങ്ങനെയുള്ള ഒരു ഉദാര ബുദ്ധിയാണ് നേരിടുന്നത്. മനസ്സിലായോ? മനസ്സിലായില്ല? അങ്ങേയറ്റം ഉദാരമതിയായിരിക്കുന്ന മഹാബലി, വിഭവ സമൃദ്ധിയോടുകൂടി പ്രകാശിച്ച് വിരാജിക്കുന്നതായ മഹാബലി, അദ്ദേഹത്തിന് നേരിടാനാണ് ഒരു കുള്ളൻ വസ്ത്രവും കൂടി വേണ്ട, കയ്യിൽ കമണ്ടല് മാത്രമേ ഉള്ളൂ. തപസ്സാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം, ആദർശം, ലക്ഷ്യം, മാർഗമൊക്കെ. അങ്ങനെ തപോധനനായിരിക്കുന്ന ഒരു ബ്രഹ്മചാരി അവിടെ ചെന്നു. എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോ ബ്രഹ്മചാരി മറുപടി പറഞ്ഞതാ. അവരൊക്കെ നല്ല ഭാഷയിലാണല്ലോ സംസാരിക്കുക. അങ്ങയുടെ വംശത്തിൽ ആചാര്യനാണെങ്കിൽ ശുക്രാചാര്യൻ, പൂർവികനാണെങ്കിൽ പ്രഹ്ലാദൻ, അങ്ങനെ എല്ലാ വിധത്തിലും നല്ല ഉപദേഷ്ടാക്കളാലും നല്ല പൂർവികരാലും പവിത്ര ഹൃദയനായി ധന്യാത്മാവായി അനുഗ്രഹീതനായി ജനിച്ചിരിക്കുന്ന അങ്ങയ്ക്ക് ലോകത്തിൽ ഒരൊറ്റ ആളും എതിരാളിയായിട്ടില്ല. ലോകം മുഴുവനും അങ്ങയുടേതാണ്. അങ്ങനെ ഒക്കെ ആണെങ്കിലും എനിക്ക് അങ്ങയോട് ചോദിക്കാനുള്ളത് ഇത്രമാത്രം. നാന്യത്തെ കാമയേ രാജൻ വദാന്യാത് ജഗദീശ്വരാത് നൈനഃ പ്രാപ്നോതി വൈ വിദ്വാൻ യാവദർത്ഥ പരിഗ്രഹഃ. ഒരാൾ എന്തും തരാൻ പുറപ്പെട്ടു. എന്തും തരാൻ പുറപ്പെട്ടു. അപ്പൊ എന്തും തരാൻ പുറപ്പെട്ടു എന്ന് പറഞ്ഞ എന്തും ചോദിക്കുക എന്ന് പറഞ്ഞാൽ എന്തായി? ബുദ്ധിയില്ല എന്നർത്ഥം. എന്തും തരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ ഉള്ളതൊക്കെ തരൂ എന്ന് ചോദിച്ചാൽ ആ ചോദിക്കുന്നവനെ എന്തിനു കൊള്ളാം? ഉദാരമതിയായി ഒരാളെ സ്വാഗതം ചെയ്തു, അദ്ദേഹത്തിന് വേണ്ടത് കൊടുക്കാൻ എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ ആ ഉദാരമതിയോട് കടപിടിക്കാവുന്നതായ ഔദാര്യം പ്രദർശിപ്പിച്ചുകൊണ്ട് വേണം അദ്ദേഹത്തെ സമീപിക്കാൻ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മൂല്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? എന്നാ ഒരു കാര്യം ചെയ്തേക്കൂ, ഒരു 30,000 ഏക്കറുകൾ എഴുതി തന്നേക്കൂ, എന്നാ രജിസ്റ്റർ ചെയ്യാൻ പോണേ എന്ന് ചോദിച്ചില്ല. അദ്ദേഹം പറഞ്ഞത് എന്താ? ഇതൊക്കെ അങ്ങ് എന്തുകൊണ്ട് എല്ലാം ഉണ്ട്, എന്തും തരാൻ തയ്യാറാണ്. അങ്ങനെയാണെങ്കിലും ഞങ്ങളെപ്പോലെയുള്ളവർക്ക് യാവത് അർത്ഥപരിഗ്രഹ, എത്രത്തോളം ആവശ്യമുണ്ടോ അത്രയേ ചോദിക്കാൻ പാടുള്ളൂ. നമ്മുടെ നാട്ടിൽ കുറച്ചു പേർ ബ്രാഹ്മണരായിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും 1-2% ഉണ്ടാവുള്ളൂ.
ഈ ബ്രാഹ്മണ ജന്മം അതിന് വൈശിഷ്ട്യം കൽപ്പിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയോ? ഒരു ബ്രാഹ്മണൻ ഒരിക്കലും ഒരിക്കലും പ്രതിഫലമോ വേതനമോ ഇച്ഛിച്ച് ഒരു പ്രവൃത്തി ചെയ്തു പോകരുത്. അവർക്ക് അറിയാം അവരെ ചെയ്യൂ, അതുകൊണ്ട് ഞങ്ങൾ നിർവഹിക്കുന്നു. 2 പ്രവൃത്തിയാണ് ബ്രാഹ്മണന് വിധിച്ചിരിക്കുന്നത്. ഒന്ന് അധ്യാപനം, രണ്ടാമത്തെ യാചനം. യജ്ഞയാഗങ്ങൾ നടത്തിച്ചു കൊടുക്കുക, അതിൻ്റെ മന്ത്രങ്ങളും തന്ത്രങ്ങളും ഭണ്ഡാരം പോലെ ഭദ്രമായി സൂക്ഷിച്ച് ആ വേദങ്ങൾക്ക് വേണ്ടത്ര കൂറുപുലർത്തി വരും തലമുറയ്ക്ക് വേണ്ടത്ര ചുമതല നിർവഹിച്ച് ആ പൂർവ്വകാലത്തിനും വരും പോകുന്ന കാലത്തിനും രണ്ടിനും സന്ധിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നവരാണ് ഈ ബ്രാഹ്മണര്. അവരെ ശാസിക്കാൻ ഈ ലോകത്തിൽ ഒരാളില്ല, അവരെ നിർബന്ധിക്കാനും ഒരാളുണ്ടാകരുത്. അവർ സ്വയം ആത്മനിയന്ത്രണത്തിന്റെ പര്യായ ശബ്ദങ്ങളും മൂർത്തിമദ്ഭാവങ്ങളുമാണ്. അവരുടെ മനസ്സെ വേദനാവിചാരമോ ലോഭമോ തീണ്ടിക്കഴിഞ്ഞാൽ പിന്നെ സമാജത്തിന് നിക്കക്കളിയില്ല. അതാണ് ബ്രാഹ്മണ്യത്തിന്റെ മഹത്വം. ഈ ക്ഷേത്രത്തിലും മറ്റുള്ള സ്ഥലത്തും ഇപ്പോ ഓരോ പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് മുൻകൂട്ടി ഇത്ര ഉറുപ്പിക കിട്ടണം എന്ന് അവരും പറയാൻ തുടങ്ങി. അത് കേൾക്കുമ്പോ എന്റെ തൊലി ഇങ്ങനെ ഉരിഞ്ഞു ഉരിഞ്ഞു പോവുക. അവർക്ക് അറിയാവുന്ന വിദ്യ അവർ പ്രകടിപ്പിക്കുന്നു. പാമരന്റെ വീട്ടിൽ ചെന്നാൽ 50 പൈസ കിട്ടി എന്ന് വരാം, പണക്കാരന്റെ അവിടെ ചെന്നാൽ 50,000 കിട്ടി എന്ന് വരാം. തരേണ്ടത് മറ്റുള്ളവര്, കൊടുക്കേണ്ടവനാണ് ഇവര്. ബ്രാഹ്മണൻ എപ്പോഴും തന്റെ വിദ്യ പ്രദാനം ചെയ്യണം. ആ പ്രദാനം ചെയ്യുന്തോറും അത് വർദ്ധിക്കുകയുള്ളൂ. ആ ബ്രാഹ്മണന് വിധിച്ചിട്ടുള്ളതാണ് യാവതർത്ഥ പരിഗ്രഹ. അവര് പട്ടിണി കിടന്നോ ഒടയമ്പുരാനെ വിളിച്ചോളൂ, മനുഷ്യരുടെ മുമ്പിൽ ചെന്ന് യാചനം ചെയ്യണ്ട. അതാണ് ബ്രാഹ്മണ്യം. അതിനുള്ള തപസ്, അതിനുള്ള വേദവിജ്ഞാനം, അതിനുള്ള നിഷ്ഠ, അതിനുള്ള ആത്മനിയന്ത്രണം, അതിന് വേണ്ടത്ര നിത്യാനിത്യ വസ്തുവിവേകം, അതാണ് മനുഷ്യർക്ക് വേണ്ടത്. അതില്ലാതെ ഇപ്പൊ അവരും വേദനപ്രിയന്മാരായി എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിങ്ങനെ ഉരുകണു. എൻ്റെ മനസ്സ് ഉരുകി അങ്ങനെ കഴിഞ്ഞോട്ടെ, ഞാൻ ഈ ഉരുക്കം അറ്റ്ലീസ്റ്റ് നിങ്ങളോട് പറയുന്നുണ്ടല്ലോ. എനിക്ക് ആ ബ്രാഹ്മണരെ വലിയ മതിപ്പാണ് അവര്. ആ ബ്രാഹ്മണൻ എങ്ങനെ വേണം? ബ്രാഹ്മണ്യം നിലനിൽക്കണം. വേണ്ടി വന്നാൽ ഉഞ്ചവൃത്തി കൊണ്ട് അല്ലെങ്കിൽ ശിലാവൃത്തി കൊണ്ട് അവർ ജീവിക്കണം. അപ്പോഴും വേതനം ഒരു പൈസ ചോദിച്ചു പോകരുത്. അവർക്ക് അറിവുണ്ട്, നടത്തിക്കാനുള്ള മനസ്ഥിതിയുണ്ട്, യോഗ്യതയുണ്ട്, അതിനുള്ള ശ്രേഷ്ഠതയുണ്ട്, തപസ്സുണ്ട്, അനുഗ്രഹ ശക്തിയുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് ഈശ്വരനെ സ്മരിച്ച് ആ ഈശ്വര സ്മരണ കൊണ്ട് കാലക്ഷേപം നടത്തുന്നതൊഴികെ അവർ മനുഷ്യരുടെ മുൻപിൽ തന്നെ ഭിക്ഷാന്തേഹികളായി നിന്നു കഴിഞ്ഞാൽ അതിലും മീതെ ഒരു ദുരന്തമില്ല. ഇതൊക്കെ ഓർമ്മ വെച്ചുകൊണ്ട് പറയുന്നു വേദവ്യാസ മഹർഷിയും. അല്ലെങ്കിൽ വേദവ്യാസ മഹർഷി ഈ വാമനൻ കുള്ളനായിരിക്കുന്ന ബ്രഹ്മചാരിയുടെ രൂപത്തിൽ പറയാണ്, നാന്യത്തെ കാമയൻ രാജൻ പദാന്യാത് ജഗദീശ്വരാത് നൈനഃ പ്രാപ്നോതി വൈ വിദ്വാൻ യാവദർത്ഥ പരിഗ്രഹഃ. 3 അടി മണ്ണേ എനിക്ക് വേണ്ടു, വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോ ഉദാരത അങ്ങോട്ട് കവിഞ്ഞൊഴുകുന്ന വാക്കുകളോടുകൂടി അദ്ദേഹം സംസാരിച്ചു തുടങ്ങി. എനിക്ക് 3 അടി മണ്ണേ വേണ്ടു, വേറെ ഒന്നും വേണ്ട. ആശയ്ക്കും അഭിലാഷത്തിനും ലോഭത്തിനും വിധേയനല്ല ഞാൻ. അനാവശ്യമായിട്ട് ഒന്നും ആവശ്യപ്പെടരുത്. എനിക്ക് തൽക്കാലം 3 അടി മണ്ണേ വേണ്ടു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ഇവിടെയാണ് മഹാബലിയുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറവ്, പൊള്ളത്തെന്ന് പറയട്ടെ, ഔദ്ധത്യം എന്ന് പറയട്ടെ, അതോ ഈ കണ്ട വലിയ മാഹാത്മ്യത്തിൽ ആ സൂര്യന്റെ ഉള്ളിൽ ഒരു കറുത്ത പുള്ളി എന്ന് പറയുന്ന മാതിരി ഒരു പുള്ളിയാണ്. അത് സാത്വികമാണ് അതിന്റെ നില. അതുകൊണ്ട് മനസ്സിലാക്കാൻ പെട്ടെന്ന് സാധിക്കില്ല. ഉടനെ ബലിചക്രവർത്തി കേട്ടിട്ട് പറഞ്ഞു, അഹോ ബ്രാഹ്മണദായാദ വാചസ്തേ വൃദ്ധസമ്മതാഃ ത്വം ബാലോ ബാലിശമതിഃ സ്വാർത്ഥം പ്രത്യബുധോ യഥാ മാം വചോഭിഃ സമാരാധ്യ ലോകാനാമേകമീശ്വരം പദത്രയം വൃണീതേയോ അബുദ്ധിമാൻ വിപദാശുഷം ന പുമാൻ മാമുപവ്രജ്യ ഭൂയോ യാചിതുമർഹതി തസ്മാത് വൃത്തികരീം ഭൂമിം വടോ കാമം പ്രതീക്ഷമേ. ഒന്നാന്തരം സ്തുതിവാക്യങ്ങളും വേദവാക്യങ്ങളും വിവേകം ധാരാളം പ്രദർശിപ്പിക്കുന്നതായ അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും ഒക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം അങ്ങ് ചോദിക്കുന്നത് എന്താ? വെറും കുട്ടിയെ പോലെ ബാലിശബുദ്ധിയോടുകൂടി തന്റെ ജീവിതം എങ്ങനെ നടക്കുമെന്ന് പോലും ആലോചിക്കാതെ അവിവേകമാണ് ചോദിച്ചിരിക്കുന്നത്. വാക്കുകൾ കൊണ്ട് എന്നെ സ്തുതിച്ചു എന്നൊരു അവസാനം പറയണത് എന്താ? പദത്രയം വൃണീതേ, 3 കാലടിയുള്ള മണ്ണല്ലേ ആവശ്യപ്പെടുന്നുള്ളൂ. അത് അബുദ്ധിമാൻ, ബുദ്ധിയില്ലാത്തത് കൊണ്ടാണ് അങ്ങ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഒരു ദ്വീപ് വരെ കൊടുക്കാൻ തയ്യാറാണ്. എന്നെ ആശ്രയിച്ചതിന് ശേഷം ഭൂയോ യാചിതുമർഹതി, വേറെ ഒരാളെ അടുത്ത് പോയി ഒന്ന് ചോദിക്കരുത്.
ഞാൻ എന്തും തരാൻ തയ്യാറാണ്, എൻ്റെ കയ്യിലുണ്ട്, മനസ്ഥിതിയുമുണ്ട്. അപ്പൊ ഇവിടെ വന്നതിന് ശേഷം പിന്നെ രണ്ടാമതൊരു വീട്ടിലേക്ക് പോകാനുള്ളൊരു സന്ദർഭം വരരുത്. അങ്ങനെ വരുമ്പോ തസ്മാത് വൃത്തികരീം ഭൂമിം വടോ കാമം പ്രതീക്ഷമേ. ജീവിതം മുഴുവനും ഒരു വിധത്തിലുള്ള വിഷമവുമില്ലാതെ ജീവിതവൃത്തി കഴിഞ്ഞുകൂടാൻ പറ്റിയ തരത്തിലുള്ള ഭൂമി എൻ്റെ അടുത്തുനിന്ന് ആവശ്യപ്പെട്ടോളൂ, അതാണ് നല്ലത്, അത് വിട്ടുകളയണ്ട എന്നിങ്ങനെ പറഞ്ഞ് ഓർമ്മപ്പെടുത്തി. ഔദ്ധത്യത്തിലും മഹാത്മ്യത്തിലും പ്രഭുത്വത്തിലും ഉദാരതയിലും കവിഞ്ഞൊഴുകുന്ന വാക്കുകളാണ് മഹാബലി പറഞ്ഞത്, അല്ലേ? എന്താ മിണ്ടാത്തെ? നിങ്ങളാണെങ്കിൽ എന്താ പറയാ? ഇങ്ങനെയൊക്കെ പറയോ? ഓ, ഗ്രഹപ്പഴ വല്ല വിധം ഇത്രയല്ലേ ചോദിച്ചുള്ളൂ, ഗ്രഹപ്പഴ ഒഴിഞ്ഞില്ലോ. അതാ യാഗത്തിനൊരു ന്യൂനതയാണ്, യാഗത്തിനൊരു ന്യൂനതയാണത്. അപ്പൊ ഇത് കേട്ടപ്പോ ബലി മഹാബലി അതിന് മറുപടി പറഞ്ഞതാ. യാവന്തോ അല്ല, ആ കുട്ടി അതിന് മറുപടി പറഞ്ഞതാണ്, വാമനൻ. ഇത് കേട്ട ആഗതൻ മനോഗതം വെളിപ്പെടുത്തുകയാണ്. യാവന്തോ വിഷയാ പ്രേഷ്ടാഃ ത്രിലോക്യാമജിതേന്ദ്രിയം ന ശക്നുവന്തി തേ സർവേ പ്രതിപൂരയിതും നൃപ ത്രിഭിക്രമൈഃ അസന്തുഷ്ടോ ദ്വീപേനാപി ന പൂര്യതേ നവവർഷസമേതേന സപ്തദ്വീപവനേച്ഛയാ. ആരും നിസ്സാരക്കാരനാണെന്ന് വിചാരിക്കരുത്. മഹാബലിക്ക് അദ്ദേഹത്തിന്റെ ഔദ്ധത്യമുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ പ്രഭുത്വമുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ അതിരറ്റ ദാനശീലത, ആ മഹത്വമുണ്ടെങ്കിൽ വന്നിട്ടുള്ള ബ്രഹ്മചാരിക്ക് അദ്ദേഹത്തിന്റെ മനോനിയന്ത്രണവും സൗശീല്യാദി മഹിമകളും ആത്മനിയന്ത്രണവും ആത്മീയ തേജസ്സുമുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്ന മറുപടിയാണ് യാവന്തോ വിഷയാ പ്രേഷ്ടാഃ ത്രിലോക്യാം അജിതേന്ദ്രിയം ന ശക്നുവന്തി തേ സർവേ പ്രതിപൂരയിതും നൃപ. ഹേ മഹാരാജാവേ, എത്രത്തോളം കാലം നമുക്ക് ഇന്ദ്രിയ ജയം ഇല്ലയോ? ആ ഇന്ദ്രിയ ജയം ഇല്ലാത്തവന് 3 ലോകത്തിലുള്ള വിഭവങ്ങൾ അത്രയും കിട്ടിയിട്ട് ഒരു കാര്യവുമില്ല. ആ ആളുടെ മനസ്സിനെ പൂരിപ്പിക്കാൻ സാധിക്കില്ല. ഈ സുഖഭോഗങ്ങളൊക്കെ ബാഹ്യമാണ്, നമ്മുടെ സുഖവും സന്തോഷവും ആന്തരമാണ്. അപ്പൊ ദുരയുള്ള മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ ലോകം മുഴുവനും കിട്ടിയാലും പ്രയോജനമില്ല. പിന്നെ ഈ ദുര ലോഭം എന്ന് പറയുന്നതായ ആ ആർത്തി അഗ്നി ഉണ്ടല്ലോ, അതിങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കും. ഞാൻ ചോദിക്കുന്ന 3 അടി മണ്ണുകൊണ്ട് എനിക്ക് സന്തുഷ്ടിയില്ല എന്നുണ്ടെങ്കിൽ 7 ഖണ്ഡങ്ങളുള്ള ഒരു ദ്വീപം കിട്ടിയാലും സന്തോഷമുണ്ടാവില്ല. അപ്പൊ എൻ്റെ മനസ്സിലുള്ള വിചാരം 7 ദ്വീപം കിട്ടണം എന്നാകും. ഈ ആശയ്ക്ക് വല്ല അവസാനവുമുണ്ട്. ഞാൻ ഈ വടു പറഞ്ഞ മറുപടി ഉണ്ടല്ലോ, ആ മറുപടിക്ക് സന്തുഷ്ടി ഗീത എന്നാണ് പറയുന്നത്. 2 ബ്രഹ്മചാരികളെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഒന്ന് ഭാഗവതത്തിൽ വേദവ്യാസർ എഴുതി തന്നിട്ടുള്ള ആ ബ്രഹ്മചാരി വാമനൻ, പ്രത്യേകമായി അദൃശ്യശക്തി ദൃശ്യമായി അവതരിച്ച വാമനൻ. മറ്റേതോ ഉപനിഷത്തിൽ പറയുന്ന നചികേതസ് എന്ന് പറയുന്ന ബ്രഹ്മചാരി. ആ നചികേതസ് അച്ഛൻ വാജശ്രവസ് ചെയ്യുന്നതായ യാഗം നോക്കിക്കണ്ടു. ആ യാഗത്തിൽ ഏറ്റവും മംഗളകരമായി ധന്യമായിരിക്കുന്ന മുഹൂർത്തമാണ് ബ്രാഹ്മണർക്കും മറ്റുള്ളവർക്കും ദാനം കൊടുക്കല്. അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം, വില പിടിച്ച സാധനം, പുത്തനായിട്ടുള്ളത് മേടിച്ച്, തൻ്റെ ധനസ്ഥിതിക്ക് ഒത്ത സാധനങ്ങൾ മേടിച്ച് വളരെ പൂർണ്ണ ഹൃദയത്തോടു കൂടി കൊടുക്കണം എന്നാണ് ആവശ്യം. അപ്പോൾ നചികേതസിന്റെ അച്ഛൻ വാജശ്രവസ് എന്ത് ചെയ്തു? ഒറ്റ കൊമ്പ് 3 മുല, കുളമ്പിൽ ഒരെണ്ണം തേഞ്ഞുപോയി, തൊലി ചുക്കി ചുളിഞ്ഞു, പല്ലൊക്കെ കൊഴിഞ്ഞിട്ടുള്ള പശുക്കളുണ്ട്, അത് തൊഴുത്തിന് ഇപ്പൊ തന്നെ ഭാര, അതിനെയൊക്കെ വിളിച്ച് മന്ത്രങ്ങൾ പറയണത് വേദമന്ത്രങ്ങൾ, കൊടുക്കണത് കരിക്കട്ട. ഇത് അച്ഛൻ ചെയ്യണ കണ്ടപ്പോ ഈ യാഗവും യാഗകർത്താവും തമ്മിൽ വലിയ അന്തരമുണ്ടല്ലോ എന്ന് വിചാരിച്ച് ചിലരൊക്കെ ഇവിടെ ഉറങ്ങുന്നുണ്ടോ? ഞാനിപ്പോ കുറച്ച് ആൾക്കാർ കൂടുതലുണ്ടാവും എന്നൊക്കെ വിചാരിച്ചു. എനിക്ക് തോന്നണം ഈ സമയം പറ്റിയതല്ല എന്നാ. ഒരു ഭാഗത്ത് എല്ലാവർക്കും ഊണ് കഴിക്കണം എന്നുള്ള വിചാരം, അല്പം ചൂടുമുണ്ട്. കുംഭകർണന് കൊടുത്ത അനുഗ്രഹമാണത്. എനിക്ക് എന്തെങ്കിലും ഒരു സമ്മാനം വേണ്ടേ മഹാപ്രഭു എന്ന് ശ്രീരാമനോട് ചോദിച്ചപ്പോ സത്സംഗം നടത്തുമ്പോ ചിലരൊക്കെ ഉറങ്ങും. കുംഭകർണനുള്ള അനുഗ്രഹം അത്. അപ്പൊ നിങ്ങളൊക്കെ കുംഭകർണന്റെ പക്ഷക്കാരാ. ആ അനുഗ്രഹം കൊണ്ടാണ് ഈ ചിലർ ഉറങ്ങണത്. അപ്പൊ അച്ഛൻ ചെയ്യുന്നതായ യാഗം വളരെ തെറ്റാണല്ലോ. അത് മകൻ എങ്ങനെ പറയും? അപ്പൊ ചെന്ന് ചോദിച്ചു, എന്നെ ആർക്കാൻ കൊടുക്കുക എന്ന്. അങ്ങനെ ദേഷ്യപ്പെട്ട് യമധർമ്മരാജാവിന്റെ അടുത്ത് ചെന്നു. അവിടെ ചെന്ന് ചോദിച്ചത് എന്താ?
യമനോട് 2-3 ചോദ്യം ചോദിച്ചു. അതിൽ അവസാനത്തെ ചോദ്യം, മരണാധിപനല്ലേ യമധർമ്മരാജാവേ, അങ്ങ് ആ മരണത്തിന്റെ കലവറ ഒന്ന് തുറന്നു തന്ന് മരണരഹസ്യം ഒന്ന് വെളിപ്പെടുത്തൂ എന്ന് പറഞ്ഞു. മറ്റൊരു ഭാഷയിൽ മനുഷ്യന്റെ ശരീരത്തിൽ മനുഷ്യ വ്യക്തിത്വത്തെക്കുറിച്ച്, ഉൾവ്യക്തിത്വത്തെക്കുറിച്ചുള്ള ആ അമരത്വം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കൂന്ന്. മരണത്തിന്റെ കലവറ ഒന്ന് തുറന്നു തരൂ. മരണമുണ്ടോ ഇല്ലേ, എവിടത്തോളം, അത് ശരീരത്തിനെ മാത്രമേ ബാധിക്കുള്ളൂ. ശരീരത്തിന്റെ ഉള്ളിലുള്ളതായ ആത്മീയത അല്ലെങ്കിൽ ആ ചേതനാത്മകമായിരിക്കുന്ന ഉൾവ്യക്തിത്വം, അതിന് മരണമുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യമധർമ്മരാജാവിന് പറയേണ്ടി വരും, എന്റെ കയ്യിൽ കലവറയുമില്ല, ഒരാളും മരിക്കണമില്ല, എന്റെ കലവറ ഖാലിയാണ് എന്ന് പറയേണ്ടി വരുമല്ലോ. അതാണല്ലോ അമരസത്യം. അപ്പൊ ഇത് ചോദിക്കരുത് എന്റെ പൊന്നുകൂട്ടാ, ഈ ചോദ്യം ഒഴിവാക്കൂ. ഈ ചോദ്യത്തിന് മറുപടി പറയാൻ പറഞ്ഞു പോകരുത്. ഏറ്റവും വലിയ ലാഭം ചോദ്യവും ഉത്തരവുമാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പണമല്ല നമ്മുടെ സമ്പത്ത്, ഭൂമിയല്ല നമ്മുടെ സമ്പത്ത്, മക്കളും കുട്ടികളുമല്ല, ജ്ഞാനമാണ് നമ്മുടെ സമ്പത്ത്. നമ്മുടെ മനസ്സിന്റെ ഉറക്കം കെടുത്തുന്നത്, ബുദ്ധിയുടെ സ്ഥിരത നശിപ്പിക്കുന്നതാണ് സംശയം. ഈ ലോകം എങ്ങനെയുണ്ടായി? ജീവിതത്തിന്റെ നൂലാമാല എവിടെ? എങ്ങനെയാണ് എന്റെ മനസ്സിനെ നയിക്കുക? ന ജാനേ നേതവ്യ കഥമിക ദശ ജീവിതമയീ. 16 വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത ശ്രീരാമചന്ദ്ര മഹാപ്രഭു അസ്ത്രശസ്ത്ര വിദ്യ പരിശീലനത്തിന് ശേഷം ഭാരതത്തിൽ ഒട്ടാകെയുള്ള ഒരു തീർത്ഥാടനം കഴിച്ച് മടങ്ങി വന്നപ്പോ ലോകചരിത്രം മുഴുവൻ മനസ്സിലാക്കി. അതോടുകൂടി ഉറക്കവും പോയി, വിശ്രമവും പോയി, മനസ്സിൽ അല്ലലും ആവലാതിയും മാത്രമേ ഉള്ളൂ. ഇതെന്താണത്, ഞങ്ങളോട് പറയൂ എന്ന് പറഞ്ഞ് വസിഷ്ഠ മഹർഷി വിളിച്ചിരുത്തി. എന്നിട്ട് രാമ, നിനക്കുള്ള മനോവിഷമം എല്ലാം പറയൂ എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോ ശ്രീരാമൻ പറയാണ്, ജനകാമാസക്തോ വിവിധ കുകലാചേഷ്ടനപരഃ സദുസ്വപ്നേപ്യസ്മിൻ ജഗതി സുജനോ നാദ്യ സുലഭഃ ക്രിയാ ദുഃഖാസംഗാ വിദുര വിധുര നൂനമഖില ന ജാനേ നേതവ്യ കഥമിഹ ദശ ജീവിതമയീ. സ്വപ്നത്തിൽ പോലും ഒരു നല്ല ആളെ കാണുന്നില്ല. സർവ്വ ആൾക്കാരുടെ മനസ്സിനെയും കാമം, ആർത്തി, ദുര കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. ദുഷ്പ്രവൃത്തികളിലാണ് പലരും ഇടപെട്ടിരിക്കുന്നത്. സ്വപ്നത്തിൽ പോലും എനിക്കൊരു നല്ല മനുഷ്യനെ കാണാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ദുർഘടം നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ യാത്ര നടത്തണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എങ്ങനെയാണ് ഈ ജീവിതദശയെ മുന്നോട്ട് കൊണ്ടുപോവുക? മഹർഷയെ, അങ്ങക്ക് ഈ പ്രശ്നത്തിന്, ഈ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടുപിടിക്കാൻ അറിയാമോ? അങ്ങക്ക് അറിയാമോ ഇതിനുള്ള പരിഹാരം, പ്രതിവിധി? അറിയുമെങ്കിൽ എനിക്ക് പറഞ്ഞു തരുമോ? പറഞ്ഞു തന്നാൽ എനിക്ക് മനസ്സിലാവുമോ? മനസ്സിലാക്കിയാൽ തന്നെ എനിക്ക് പ്രയോഗിക്കാൻ പറ്റുമോ? കേൾക്കുന്നുണ്ടോ നിങ്ങള്? പ്രയോഗിച്ചാൽ അതിന് സാഫല്യം സിദ്ധി വരുമോ? ഇതിന് ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം അല്ല എന്നാണെങ്കിൽ ഈ രാമൻ നഭോക്ഷ്യേന പിബാമ്യംബു നാഥഃ പരിദധേംബരം കരോമിനാഹം വ്യാപാരം സ്നാനദാനാശനാദികം. കേൾക്കുന്നുണ്ടോ നിങ്ങള്? ദശരഥന് ജനിച്ച ഒരു മനുഷ്യ കുഞ്ഞിന്റെ കഥയാണ് പറയണത്. നിങ്ങൾ ഇങ്ങനെയുള്ള കുട്ടികളെ ഒന്ന് പറയേ? അപ്പോ കൃഷ്ണാവതാരം എന്നോ കഴിഞ്ഞതോ? കൃഷ്ണന്റെ അച്ഛനും അമ്മയും എങ്ങനെ ജീവിച്ചുവോ അതേമാതിരി നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് ഡബിൾ കൃഷ്ണൻ ഉണ്ടാവും, കൃഷ്ണൻ സ്ക്വയർ. ഒരു പക്ഷേ ഞാൻ ഇനിയൊരു ദിവസം പറയാം അതിന്റെ വർത്തമാനം. ഇത് പുരാണ കഥയല്ല, ആ കൊച്ചുകുട്ടി പറഞ്ഞതാണ്. ബുദ്ധൻ ഇതുപോലെ വൈരാഗ്യം വന്നപ്പോ ഭാരതത്തിലുള്ള ആശ്രമങ്ങളും സജ്ജനങ്ങൾക്കും എന്ത് പറ്റി? ഒന്നിലും അവരുണ്ടായിരുന്നില്ല, ആശ്രമങ്ങളും ദുഷിച്ചു പോയി, ജ്ഞാനികൾ ഉണ്ടായിരുന്നില്ല. ആ പാപം ഓടി നടന്നു ഒരു മറുപടിയും കിട്ടാതെ വരഞ്ഞതിന് ശേഷം ഒരു ബോധോദയം ഉണ്ടായി. ശ്രീരാമന് വിഷമം വന്നപ്പോ കുലഗുരുവായിരിക്കുന്ന വസിഷ്ഠ മഹർഷി അത് ചികിത്സിക്കാനും ഏറ്റുമേടിക്കാനും സമാധാനം ഉണ്ടാക്കി ആ ദുഃഖത്തിന് മുഴുവൻ അപഹരിച്ച് പരീക്ഷത്തിന് സംഭവിച്ചതുപോലെ അങ്ങനെ ജ്ഞാനാഭിഷിക്തനാക്കി ആനന്ദാതിരേകത്തിൽ ആറാടിച്ചു. എന്നിട്ട് ഉണർത്തിയിട്ടാണ് സിംഹാസനത്തിൽ നിന്ന് രാജ്യം ഭരിക്കുക എന്ന് പറഞ്ഞത്. നമ്മുടെ രാജ്യം ഉപായപ്പെട്ടതല്ല. ഈ ഭാഗവതത്തിൽ അച്ചച്ച ഓരോ അച്ചിലും നിങ്ങൾക്ക് കാണാവുന്നത് ഈ മഹനീയമായ സന്ദേശമാണ്. മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ദുഃഖത്തെ തുടച്ചു മാറ്റുക, സുഖം കൊണ്ട് നിറയ്ക്കുക, അഭിഷേകം ചെയ്യുക, ആ നശ്വരബോധം മാറ്റി അമരത്വത്തിന്റെ കിരീടം ചാർത്തി
കുളിക്കാൻ പോകുമ്പോൾ പോലും ആ കിരീടം മാറ്റിവറ്റാത്ത ഒരു നിലയാണ് ഈ ഭാഗവതം നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു ചോദ്യം മാത്രം എന്നോട് ചോദിക്കരുത് നചികേതസേ, ചോദിക്കരുത്, ഞാൻ അബദ്ധത്തിലാവും എന്ന് പറഞ്ഞ് യമൻ പറയാണ്. യേ കാമാ ദുർലഭാമർത്യലോകേ തസ്മാൻ സർവാൻ കാമാൻ ഛന്ദത പ്രാർത്ഥയസ്വ ഇമാ രാമാഃ സരഥാഃ സദൂര്യാഃ നഹീദൃശാ ലംഘനീയാ മനുഷ്യൈഃ ആഭിർമത്പ്രതാഭിഃ പരിചാരയസ്വ നചികേതോ മരണം മാനുപ്രാക്ഷി. കേൾക്കുന്നുണ്ടോ? വേദകാലത്ത് ലക്ഷോപലക്ഷം വർഷങ്ങൾ മുൻപ് നമ്മുടെ മഹർഷിമാരും തത്വജ്ഞാനികളും സിദ്ധാന്ത കൗതുകികളുമെല്ലാം പാടി പഠിച്ച് മറ്റുള്ളവരെ പറഞ്ഞു ധരിപ്പിച്ച് കേട്ട് കേൾവിയിലൂടെ വന്നിട്ടുള്ളതായ വേദത്തിന്റെ ഉക്തികളാണ് ഈ സ്വാമിജി നിങ്ങളുടെ മുൻപിൽ പറഞ്ഞത്. ഇത് കേൾക്കുന്നത് വഴി നിങ്ങളുടെ എല്ലാവരുടെയും ജീവൻ, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും ജീവൻ ലക്ഷോപലക്ഷം വർഷങ്ങൾ പിന്നാലെ പോയി, പിന്നാലെ പാഞ്ഞെത്തി അവിടെ നിന്നുള്ള സംസ്കാരം കൈപ്പറ്റി വരികയാണ്. നിങ്ങളുടെ ശരീരം ഏതാനും വർഷങ്ങൾ മുൻപുണ്ടായതാണ്. നിങ്ങളുടെ മനസ്സും ജീവനുമാകട്ടെ അങ്ങനെയല്ല. അതിന്റെ ആ പൈതൃക സ്ഥിരകൾ ഒന്ന് മനസ്സിലാക്കൂ. അതിന്റെ ആയുസ്സും ദൈർഘ്യവും എത്രയുണ്ടെന്ന് മനസ്സിലാക്കൂ. ഇന്നലെ ജനിച്ച് മറ്റന്നാ മരിക്കാൻ പോകുന്നത് നമ്മുടെ ശരീരമാണ്. അതിനെ ഉജ്ജീവിപ്പിക്കുന്ന മനസ്സാകട്ടെ, അത് ഉൾക്കൊള്ളുന്നതായ പൈതൃകമാകട്ടെ, അമ്മിഞ്ഞ കുടിക്കുന്ന സമയത്ത് ഉറിഞ്ചി ഉറിഞ്ചി ഭാരതീയ ശിശു കുടിക്കുന്നത് ഈ സംസ്കാര പൈതൃക വൈഭവമാണ്. ആ വൈഭവം നിങ്ങൾക്ക് കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് അങ്ങേയറ്റം എനിക്ക് സന്തോഷമല്ല, സന്താപം ജനിപ്പിക്കുന്നതാണ്. കണ്ണുകൊണ്ട് കരഞ്ഞില്ലെങ്കിലും എൻ്റെ മനസ്സ് കരഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമ്മുടെ അച്ഛനമ്മമാർക്ക് എന്തു പറ്റി? നമ്മുടെ ദമ്പതികൾക്ക് എന്തു പറ്റി? വളർത്തുന്ന രക്ഷാകർത്താക്കൾക്ക് എന്തു പറ്റി? ഈ പൈതൃകസ്ഥിര എന്തുകൊണ്ട് അവർ പറഞ്ഞു കൊടുക്കണില്ല? കുട്ടികളെ എന്തുകൊണ്ട് കേൾപ്പിക്കുന്നില്ല? പുസ്തകങ്ങൾ, നല്ല പുസ്തകങ്ങൾ എന്തുകൊണ്ട് മേടിക്കണില്ല? അതിനുള്ള സന്ദർഭങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ വീട്ടുകൾ രചിക്കുന്നില്ല? നിങ്ങളുടെ വീട്ടിൽ ഈ ആനുകാലിക സാഹിത്യങ്ങളും ആനുകാലിക വൈഭവങ്ങളും മാത്രം മതിയോ എൻ്റെ പൊന്നു ഭക്തന്മാരെ? മതിയോ? മതിയോ? സജ്ജനങ്ങളെ വിളിക്കുക, അവരുടെ കാല് കഴുകുക, അവരുടെ പാദതീർത്ഥം ശിരസിൽ അണിയുക, എന്നിട്ട് അവരോട് പറയുക നല്ലതൊന്ന് പറഞ്ഞു തരൂ കുറച്ചെന്ന്. ഇങ്ങനെ ചോദിക്കാത്തതായ ഗൃഹങ്ങൾ പാമ്പിനുള്ള പൊത്തുകളാണെന്നാണ് ഭാഗവതം പറയുന്നത്. അപ്പൊ നിങ്ങളുടെ മണിമാളികളുണ്ടല്ലോ പാമ്പിൻ പൊത്തുകളാണ്. പാമ്പിൻ പൊത്ത്. നേരെ മറിച്ച് കയ്യിൽ പണം വേണ്ട, വിളിക്കുക, കൊണ്ടുവരിക. ഒരു തുളസി ഇല്ലെങ്കിൽ ഒരു പുൽക്കൊടിയെങ്കിലും കറുകനാമ്പെങ്കിലും ഇട്ട് അവരെ പൂജിച്ച് 2 വാക്ക് അവരോട് പറയാൻ പറഞ്ഞാൽ അതാണ് ഏത് ഗൃഹത്തെയും ധന്യധന്യമാക്കുന്നത്. യമൻ പറയണു, ദുർലഭാമർത്യലോകേ, മനുഷ്യലോകത്തിൽ ദുർലഭമായിരിക്കുന്ന എന്തെല്ലാം സുഖഭോഗ വസ്തുക്കളുണ്ടോ അതെല്ലാം സർവാൻ കാമാൻ ഛന്ദത പ്രാർത്ഥയസ്വ. ആ ആഗ്രഹങ്ങളെല്ലാം, ആഗ്രഹിച്ച വസ്തുക്കളെല്ലാം പെട്ടെന്ന് എല്ലാം തന്നെ എൻ്റെ അടുത്ത് നിന്ന് മേടിച്ചോളൂ. ഉദാഹരണത്തിന് ഇമാ രാമാഃ സരഥാഃ സദൂര്യാഃ. കാണാൻ കൗതുകമുള്ള വളരെയധികം കന്യകമാരുണ്ട്. ചിലരുടെ കയ്യിൽ വീണയുണ്ട്, ചിലരുടെ കയ്യിൽ ഫിഡിലുണ്ട്, ചിലരുടെ കയ്യിൽ ശ്രുതിപ്പെട്ടിയുണ്ട്, ഹാർമോണിയമുണ്ട്. അവർ നല്ല പോലെ പാടി രസിപ്പിക്കും, ആടി രസിപ്പിക്കും. സാധാരണ മനുഷ്യർക്ക് ആർക്കും കിട്ടാൻ സാധിക്കാത്തതായ അപൂർവ ഘടകങ്ങളാണത് മുഴുവനും. അത് മുഴുവനും വാങ്ങിച്ചോളൂ, ദീർഘകാലം ജീവിച്ചോളൂ. അങ്ങനെയൊക്കെ ആയാലും ഒരു കാര്യം മാത്രം വേണം, ഈ പറയുന്നതൊക്കെ മേടിച്ച് നചികേതോ മരണം മാനുപ്രാക്ഷി. മരണത്തിനെ കുറിച്ച് മാത്രം ചോദിക്കരുതേ. ചോദിച്ചാൽ ഞാൻ തന്നെ ഇല്ലാതെയാവേ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ കഠോപനിഷത്തിനെ കുറിച്ച് നമ്മുടെ ശിഷ്യൻ ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. കുറച്ചൊക്കെ ചിലരൊക്കെ കേട്ട് കാണും. ഇതങ്ങൾ കേട്ടപ്പോ നചികേതസ് എന്താ പറഞ്ഞത്? നിങ്ങളുടെ കുട്ടികൾ എന്ത് പറയണം? എന്നാളൊരു അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, നുണ പറയരുത് സ്വാമിജി, കുറച്ചൊക്കെ നുണ ആവശ്യമില്ല. അമ്മ പറയണതാ. ഞാൻ എന്താ പറയാ? നമ്മുടെ ശിഷ്യത്യ. എനിക്ക് കരയണോ ചാവണോ ഇരിക്കണോ എന്ന് മനസ്സിലായില്ല. അന്ന് മുതൽക്ക് ഞാൻ പറയാൻ തുടങ്ങുന്നതാണ്, നുണയല്ല ലോകത്തിനെ നിലനിർത്തുന്നത്, സത്യമാണെന്ന്. ഭൂമി തിരിയുന്നുണ്ട്, അതിൽ വല്ല നുണയുണ്ടോ, കളവുണ്ടോ, ചതിയുണ്ടോ? സൂര്യൻ ഉദിക്കുന്നതിലും അസ്തമിക്കുന്നതിലും ഉണ്ടോ? റെയിൽവേ സ്റ്റേഷനിൽ വല്ലതും ഉണ്ടോ? പണം കൊടുത്താൽ മടക്കി തരുന്നുണ്ടല്ലോ, ടിക്കറ്റും കൂടി. ടിക്കറ്റ് കൊണ്ടുപോയി ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകണില്ലേ? ഈ വണ്ടി തെറ്റിയെന്ന് അവർ പറയുന്നില്ലല്ലോ.
ഒരിക്കലും പറയരുത്. നുണ പറയണമെന്ന് പറയണ്ട, വേണ്ടാന്ന്, ആവശ്യമില്ല. സത്യം മാത്രം മതി. സത്യാന്നാസ്തി പരോധർമ്മ. അപ്പൊ ഇതങ്ങോട്ട് കേട്ടപ്പോ ആ കുട്ടി എന്ത് ചെയ്തു? നിങ്ങൾ എന്ത് ചെയ്തോന്ന് അറിയില്ല. ശോഭാവാമർത്യസ്യ യദന്തഗൈതത് സർവേന്ദ്രിയാണാം ജരയന്തി തേജഃ അഭി സർവം ജീവിതമൽപമേവ തവൈവ വാഹാസ്തവ നൃത്യഗീതേ. അങ്ങ് ഈ തരാൻ പോകുന്ന സാധനങ്ങളൊക്കെ നൈരന്തര്യമുള്ളവയല്ല. നാളെ ഉണ്ടാകുമോ എന്ന് പറയാൻ പറ്റില്ല. 15 കൊല്ലം മൃഷ്ടാന്നം ഭുജിച്ചു എന്നുണ്ടെങ്കിലും 16ാമത്തെ കൊല്ലം ജനുവരി 1-ാം തീയതി പട്ടിണി കിടന്നാൽ വയറു നിറച്ച് ഉണ്ടത് ഓർമ്മ വെച്ച് നമ്മളെ വയറ് വീർപ്പിക്കോ? എന്താ മിണ്ടാതെ? ദിവസേന ദിവസേന നവമായിട്ട് തിന്നണം, എന്നാലേ പറ്റുള്ളൂ. അപ്പൊ ഈ സാധനങ്ങളൊക്കെ നാളേക്ക് ഇരിക്കോ എന്നറിയില്ല. മാത്രമല്ല കൂടുതൽ കൂടുതൽ അനുഭവിക്കുമ്പോഴോ കൂടുതൽ സർവേന്ദ്രിയാണാം ജരയന്തി തേജഃ, ഇന്ദ്രിയങ്ങളുടെ തേജസ്സിനെ കാർന്ന് തിന്നുന്നതാണ്. കേൾക്കുന്നുണ്ടോ? ഇല്ലാന്ന് എനിക്ക് തോന്നണേ. ഇന്ദ്രിയങ്ങളുടെ തേജസ്സിനെ കാർന്ന് തിന്നുന്നതാണിതെന്ന്. ഞാനിപ്പോ ഈ കമ്പ്യൂട്ടറിൽ ധാരാളം ജോലി ചെയ്യുന്നുണ്ട്. ഈ അദൃശ്യശക്തി ദൃശ്യമാകുമ്പോൾ എന്ന് പറഞ്ഞ പുസ്തകം അവസാനം എഴുതി തീർത്ത് 20-ാം തീയതിക്കോ മറ്റേ പ്രിന്റ് ചെയ്ത് കിട്ടിയുള്ളൂ, 21-ാം തീയതിക്ക്. അതിനുവേണ്ടി കമ്പ്യൂട്ടറിൽ നോക്കി അവസാനം 2 ദിവസം കൊണ്ട് 300 പേജ് നോക്കി. കണ്ണിന് കാണാൻ പറ്റേണ്ടി തെളിച്ചം തന്നെ പോയി കളഞ്ഞു. അതും ഓടിച്ചു നോക്കിയിട്ടാ, നല്ലോണം പോലെ നോക്കിയിട്ടല്ല. അപ്പൊ എന്ത് സാധനം നമ്മൾ കണ്ണുകൊണ്ട് കണ്ട് ആസ്വദിച്ചാലും നിങ്ങൾ വിചാരിക്കുന്ന എന്ത് ആസ്വാദനം? ക്ഷയാണ് പഠിപ്പിക്കുന്നത് കണ്ണിന്. സർവേന്ദ്രിയാണാം ജരയന്തി തേജഃ അഭി സർവം ജീവിതമൽപമേവ. ഒരാള് 100 കൊല്ലം ജീവിച്ചാൽ എന്താ, 150 കൊല്ലം ജീവിച്ചാൽ എന്താ? കൽപ്പാഭിധാന ക്ഷണ ജീവിനോ ഹി കൽപൗഘ സംഖ്യാകലനേ വിരിഞ്ച്യ അത കലാശാലിനി കാലജാലേ ലഘുത്വ ദീർഘത്വധിയോപ്യസത്യ. നമ്മുടെ കാലഘടനയെ കുറിച്ച് ആലോചിച്ചാൽ ഇപ്പൊ അത് നമുക്ക് പറയാൻ പോയാൽ സംഗതിയൊക്കെ മാറിപ്പോവും. എത്ര കാലം ജീവിച്ചാലാ? ലോകത്തിൽ ഇതേവരെ കഴിഞ്ഞിട്ടുള്ള സമയം നിങ്ങളൊരു വലിയ വിലയിൽ വരയ്ക്കും. എന്നിട്ട് നിങ്ങൾ ജീവിക്കാൻ പോകുന്ന 60 കൊല്ലത്തിന് അതിനൊരു മാർക്ക് ചെയ്താൽ അതൊരു കുത്തുപോലും ഉണ്ടാവോ? നിങ്ങളുടെ വിചാരം എന്താ? ഇല്ല. അഭിസർവം ജീവിതമൽപമേവ തവൈവ വാഹാസ്തവ നൃത്യഗീതേ. ഇതാണ് ഭാരതത്തിന്റെ പൈതൃകം. ഈ പൈതൃകം നിങ്ങൾ മുല കൊടുക്കുമ്പോ, നിങ്ങൾക്കുണ്ടാവുന്ന പെൺകുട്ടികൾ മുല കൊടുക്കുമ്പോ ആ അമ്മിനിയോടുകൂടി കുട്ടികൾ കൂട്ടണം. ഞങ്ങൾക്കൊക്കെ അങ്ങനെ ഊട്ടി കിട്ടിയതാണ് ഇപ്പൊ ഈ പ്രകാശിക്കുന്നത്. ഇവിടുത്തെ അമ്മമാര് കള്ളികളായാൽ, ഈ അമ്മമാര് ചിത്തദരിദ്രം, അവർക്ക് മനോദരിദ്രം വന്നാൽ, സംസ്കാര ദാരിദ്ര്യം വന്നാൽ നാട് നേരെയാവില്ല. ഈ പുരുഷന്മാരെ വിശ്വസിച്ചൂടാ. അവർ അർദ്ധരാത്രിക്ക് നിറം മാറും, പാർട്ടി മാറും. അവർക്ക് സാമ്പത്തിക സാമൂഹ്യ ചിന്താഗതി മാത്രമേ ഉള്ളൂ. നമുക്കിവിടെ ആത്മീയ സാമൂഹ്യ സാംസ്കാരിക ചിന്തയാണ് ആവശ്യം. ആ സംസ്കാരത്തിന്റെ കൊട ഉയർത്തിപ്പിടിക്കുന്നത് ഇവിടുത്തെ അമ്മമാരാകാൻ പോകുന്ന ബാലികമാരുമാണ്. ബാക്കിയുള്ളവർ വേണ്ടാന്നല്ല പറയണത്. സ്ത്രീകൾ താളം തെറ്റിയാൽ സമുദ്രം കരകവിഞ്ഞൊഴുകിയ മാതിരിയാവും. ഈ പുരുഷന്മാർ കുറെയൊക്കെ വക്രബുദ്ധികളാ. അവരുള്ളത് മുഴുവൻ പുറത്ത് പറയൂല. പക്ഷെ സ്ത്രീകൾ അങ്ങനെ ആയി പോകരുത്. നിങ്ങളാണ് പെറ്റു വളർത്തുന്നത്. ആ പ്രസവിക്കുക, ഗർഭം ധരിക്കുക എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് മാത്രമേ ശരിയായിട്ടുള്ള പങ്കുള്ളൂ. ആ ഭാരം ചുമക്കണത് അതാണ്. ആ കുട്ടി രൂപപ്പെടുമ്പോ ആ കുട്ടിയുടെ മനസ്സ് നന്നാവാനുള്ള ചിന്ത നിങ്ങൾക്ക് വേണം. മന്ത്രതന്ത്രങ്ങൾ കൊണ്ട് ഒരു കാക്കശ്ശേരി ഭട്ടതിയെ ഉണ്ടാക്കിയ കേരളമാണിത്. മനസ്സിലാവുന്നുണ്ടോ? ആവുന്നുണ്ടോ? ഏതോ ഒരു സ്ത്രീ ഗർഭം ധരിച്ചിരുന്നു, അറിഞ്ഞു കൊണ്ടുവന്ന് മന്ത്രങ്ങളും തന്ത്രങ്ങളും എല്ലാമായി സാരസ്വത മന്ത്രവും അതും ഇതൊക്കെ ജപിച്ച് നെയ്യൊക്കെ കൊടുത്ത് അവസാനം ഒരു കാക്കശ്ശേരി ഭട്ടതിരി ജനിച്ചു. ആ കുട്ടി വലുതായപ്പോ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഉദ്ദണ്ഡ ശാസ്ത്രികളെ തോൽപ്പിച്ചു. അപ്പൊ നമുക്ക് എന്തും സാധിക്കും വേണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ വിചാരിക്കണില്ല. ഈ ചിത്തദാരിദ്ര്യത്തിന് അടിമയായി കഴിയണൂലോ ബഹുഭൂരിപക്ഷം ജനങ്ങള് എന്ന് പറഞ്ഞ് എനിക്ക് എപ്പോഴും പൊല്ലാപ്പും വേദനയും തന്നെയുള്ളൂ. ആയിക്കോട്ടെ, വിരോധമില്ല. ഇങ്ങനെ 2 ബ്രഹ്മചാരികളെയാണ് ഞാൻ കാണുന്നത്. വേദകാലത്ത് ഉപനിഷത്തിലൂടെ വേദകർത്താക്കൾ നമുക്ക് പ്രസന്റ് ചെയ്തിട്ടുള്ളതായ നചികേതസ് ഇവിടെ ഇതാ അവതാര രൂപത്തിൽ മഹാവിഷ്ണു തന്നെ അവതരിച്ചു എന്ന് പറയുന്ന ആള്. യദൃച്ഛയോപപന്നേന സന്തുഷ്ടോ വർത്തതേ സുഖം
നാസന്തുഷ്ടസ്ത്രിഭിർലോകൈഃ അജിതാത്മോപസാദിതൈഃ. പൃഥു, ഗയൻ മുതലായിട്ടുള്ള ആൾക്കാരൊക്കെ ലോകത്തിൽ ജീവിച്ചു. അവരൊന്നും പണം കൂട്ടി ഭൂമി നേടി സമാധാനം കണ്ടില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അദ്ദേഹം പറയുന്നു. അപ്പൊ എനിക്ക് ഭൂമി കിട്ടിയിട്ട് എന്താ കാര്യം? മാം ധാതാസമഹീപതി കൃതയുഗാലങ്കാരഭൂതോ ഗതഃ സേതുർയേന മഹോദധൗ വിരചിതഃ ക്വാസൗ ദശാസ്യാന്തകഃ. അന്യേ ചാപി യുധിഷ്ഠിര പ്രഭൃതയോ യാദാദിവം ഭൂപതേ നൈകേനാപി സമം ഗതാ വസുമതി നൂനം ത്വയാ യാസ്യതി. ഭോജൻ എന്ന് പറഞ്ഞൊരു മഹാകവി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ ഭോജൻ ചെറിയ കുട്ടിയായിരുന്നു. അപ്പൊ ഭോജൻ വലുതായാൽ സിംഹാസനത്തിൽ ആധിപത്യം ഉണ്ടാവുമല്ലോ, കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ച് ചെറിയച്ഛൻ മുഞ്ചൻ ഭോജനെ കൊല്ലാനായിട്ട് തീരുമാനിച്ചു. എന്നിട്ട് സേനാനികളെ കൂട്ടി കാട്ടിലേക്ക് അയച്ച് ഈ മകനെ കൊന്ന ചോര എനിക്ക് കാണിച്ചു തരണം എന്നായി. അവരൊന്നും പറയാതെ മകനെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്ന് ഇതാ ചെറിയച്ഛൻ, ഒരു കുട്ടിയെ കൊല്ലുക ആർക്കും ഇഷ്ടമല്ലല്ലോ. അവർ പറഞ്ഞു, ഇതാ ചെറിയച്ഛൻ ഓർഡർ തന്നിട്ടുണ്ട്, ആജ്ഞാപിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കൊല്ലാൻ പോവാണ് എന്ന് പറഞ്ഞു. ഓഹോ, അങ്ങനെയാണോ? കൊന്നോളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, കൊല്ലുന്നതിന് മുൻപ് എനിക്കൊരു സന്ദേശമുണ്ട് ചെറിയച്ഛന് കൊടുക്കാൻ. ആ സന്ദേശം ഞാൻ എഴുതി തരാം എന്ന് പറഞ്ഞ് ഒരു ഇലയിൽ എഴുതി കൊടുത്തു. ആ ശ്ലോകമാണ് ഞാൻ നിങ്ങളോട് ചൊല്ലിയത്. കേട്ടോളൂ ചെറിയച്ഛ. മാം ധാതാസമഹീപതി കൃതയുഗാലങ്കാരഭൂതോ ഗതഃ. കൃതയുഗത്തിന് അലങ്കാരമായിരുന്ന മാന്ധാതാവ് എന്ന് പറയുന്ന മഹാരാജാവ് ഉണ്ടോ? പോയി. ഗതഃ സേതുർയേന മഹോദധൗ വിരചിതഃ ക്വാസൗ ദശാസ്യാന്തകഃ. കൃതയുഗം കഴിഞ്ഞാൽ പിന്നെ ത്രേതായുഗം. സമുദ്രത്തിൽ പോലും അണകെട്ടി ലങ്കയ്ക്ക് പോയ ആ ദശകണ്ഠനായിരിക്കുന്ന രാവണനെ കൊന്നൊടുക്കി സീതയെ തിരിച്ചു കൊണ്ടുവന്ന് വിഭീഷണനെ അഭിഷേകം ചെയ്തു വന്ന ആ മഹാപ്രഭു ശ്രീരാമചന്ദ്ര മഹാപ്രഭു ഉണ്ടോ? കേട്ടിട്ടുണ്ടല്ലോ. അദ്ദേഹവും പോയി. മാന്ധാതാവ് പോയി കൃതയുഗത്തിൽ. ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്രനും പോയി. അന്യേ ചാപി യുധിഷ്ഠിര പ്രഭൃതയോ യാദാദിവം ഭൂപതേ. ഹേ ഭൂപതേ, യുധിഷ്ഠിരൻ മുതലായിട്ടുള്ള ദ്വാപരയുഗത്തിനെ അലങ്കരിച്ച മഹാപ്രഭുക്കളുണ്ടല്ലോ, രാജാക്കന്മാര്, അവരും പോയി. എന്നിട്ടോ നൈകേനാഭിസമം ഗതാ വസുമതി. ഈ ഭൂമി ഉണ്ടല്ലോ, ഒരൊറ്റ ആളുടെ കൂടെ പോയിട്ടില്ല. ഇവരൊക്കെ ഭരിച്ചു. ഭൂമിയുടെ ഭർത്താവ് എന്നാണ് രാജാവിന്റെ സ്ഥാനവും അർത്ഥവും. ഒറ്റ ആളുടെ കൂടെ പോയില്ല. പക്ഷെ എനിക്ക് തോന്നണത് എന്റെ ചെറിയച്ഛ, പൊന്നു ചെറിയച്ഛ അങ്ങ് മരിക്കുമ്പോ കൂടെ വരും. നൂനം ത്വയാ യാസ്യതി. ഇതങ്ങോട്ട് കേട്ടപ്പോ അപ്പോ അയ്യോ, ഇങ്ങനെ ഒരു കുട്ടിയാണോ ഞാൻ കൊല്ലാൻ പുറപ്പെട്ടത്? നിങ്ങൾ കൊന്നു കളഞ്ഞോ ചോദിച്ചു. അത്ര കൊന്നിട്ടില്ല, ഞങ്ങളൊരു മൃഗത്തിനെ കൊന്നിട്ട് ചോര കൊണ്ടതാ, വേഗം പോയിട്ട് കൂട്ടിക്കൊണ്ടുവരൂ എന്ന് പറഞ്ഞത്. നിങ്ങൾക്കറിയാമോ, ഉള്ളിൽ തട്ടിയിട്ടുള്ള വിചാരം, സമയത്തിനനുസരിച്ച് നൽകുന്നതായ തത്വം, തത്വസിദ്ധാന്തം, ഉപദേശം, മൂല്യം, അതിന് പല വിധത്തിലുള്ള സ്വാധീനങ്ങൾ. അതിൻ്റെ സ്വാധീനങ്ങൾ വളരെ വിശേഷപ്പെട്ടതാണ്, പറയാൻ പറ്റില്ല. ആ കുട്ടിയുടെ ജീവൻ രക്ഷപ്പെട്ടു. ഇതൊക്കെയാണ് നമ്മുടെ സംസ്കാരത്തിന് നമ്മളോട് പറയാനുള്ളത്. അതുകൊണ്ട് ഉദാരമതിയായിരിക്കുന്ന മഹാബലി ചക്രവർത്തിയെ യദൃച്ഛയോപപന്നേന സന്തുഷ്ടോ വർത്തതേ സുഖം നാസന്തുഷ്ടഃ ത്രിഭിർലോകൈഃ അജിതാത്മോ ഉപസാദിതൈഃ. അജിതാത്മാ ഉപസാദിതൈഃ. യദൃച്ഛയാ വന്നു കിട്ടിയിട്ടുള്ള സാധനം മാത്രം, അതുകൊണ്ട് സന്തോഷം. അതാണ് ബ്രാഹ്മണ ജന്മം. അസന്തുഷ്ടനായിട്ടുള്ളവനോ 3 ലോകം കിട്ടിയിട്ടും കാര്യമില്ല. പുംസോയം സംസൃതേർഹേതു അസന്തോഷോ അർത്ഥകാമയോ യദൃച്ഛയോപപന്നേന സന്തോഷോ മുക്തയേ സ്മൃതഃ. ഭാഗവതത്തിന് പലയിടത്തുമായി പറയുന്നത് ആശയില്ലാതിരിക്കട്ടെ, ആശയില്ലാതിരിക്കട്ടെ. ശ്രീകൃഷ്ണനോട് ഉദ്ധവൻ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. 11ാമത്തെ സ്കന്ധത്തിലാണ്. അതിൽ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യത്തിൽ ആരാണ് ദരിദ്രൻ എന്ന് ചോദിക്കാം. ആ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞ എന്താ വെച്ചാൽ, ദരിദ്രോ യസ്ത്വസന്തുഷ്ടോ. സന്തോഷമില്ലാത്തവനാണ് ദരിദ്രൻ.
ഒരാളുടെ ധനം എന്താന്ന് ചോദിച്ചപ്പോ ധർമ്മമാണ് ധനം എന്ന് പറയുന്നു. സ്വർഗം എന്താണെന്ന് ചോദിച്ചപ്പോ സത്വഗുണത്തിന്റെ ഉദയമാണ് സ്വർഗം, തമോ ഗുണത്തിന്റെ ഉദയമാകട്ടെ നരകം. കേൾക്കുന്നുണ്ടോ നിങ്ങള്? ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ സ്വർഗം എവിടെയാ? അവിടെ. എന്നാ റോക്കറ്റ് പോകുമ്പോ അത് മുറിച്ചു പോണല്ലോ. സ്വർഗം എന്ന് പറഞ്ഞാൽ സത്വഗുണോദയ, നരക തമോന്നാഹ. ധർമ്മമാണ് ഏറ്റവും വലിയ ധനം. അസന്തുഷ്ടനാണ് പടുദരിദ്രൻ. അപ്പൊ അദ്ദേഹം, ഇതാണ് ഭാഗവതത്തിന്റെ മെസ്സേജ്, സന്ദേശം. അതിവിടെ ഗ്രാഫിക്കായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. യദൃച്ഛയോപപന്നേന സന്തോഷോ മുക്തയേ സ്മൃതഃ യദൃച്ഛാലാഭതുഷ്ടസ്യ തേജോ വിപ്രസ്യ വർദ്ധതേ. ഒരു ബ്രാഹ്മണന്റെ തേജസ് വർദ്ധിക്കണമെങ്കിൽ ആ ബ്രാഹ്മണൻ യദൃച്ഛാലാഭ സന്തുഷ്ടനായിരിക്കണം. കേട്ടോ നിങ്ങള്? പറഞ്ഞു മനസ്സിലാക്കോ എല്ലാവരും? യദൃച്ഛാലാഭതുഷ്ടസ്യ വിപ്രസ്യ തേജഃ വർദ്ധതേ. നേരെ മറിച്ച് ബ്രാഹ്മണന്റെ മനസ്സിൽ വേതനം എന്നുള്ള വിചാരമോ തനിക്ക് കിട്ടിയത് പോരാ എന്നുള്ള ഒരു വിചാരമോ വന്നാൽ അതിന്റെ ഫലം സമാജത്തിന് മുഴുവൻ ഉണ്ടാവും. എപ്പോഴും ഈശ്വര സേവ എന്ന് പറഞ്ഞാണ് അവർ പൂജ ചെയ്യുക. അതിന് വാസ്തവത്തിൽ നമ്മളൊരു ജോലിയായിട്ട് പരിഗണിക്കരുത്. അവരുടെ ഭാഗത്തിൽ നിന്ന് ഉള്ള ഒരു സംഭാവനയോ ഒരു സഹയോഗമോ ആയിട്ട് കണക്കാക്കണം. അതിന് വേതനമില്ല. ആർക്ക് എന്ത് കൊടുക്കാൻ തോന്നുന്നു, കയ്യിൽ എന്തുണ്ടോ, പിശുക്കില്ലാതെ അഴിഞ്ഞ നല്ലോണം അങ്ങനെ അയഞ്ഞ മനസ്സോടുകൂടി കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കൊടുക്കുന്നവർക്കാണ് അവിടെ തകരാറ്. അവർ കുറവ് തന്നാൽ അവർക്ക്, കൂടുതൽ തന്നാലും അവർക്ക്, അത് ആ ബ്രാഹ്മണൻ സ്വീകർത്താവിന് അതിനെ ബാധിക്കില്ല. ഇതാണ് അവരുടെ സ്വഭാവം. ഈ വർത്തമാനങ്ങളൊക്കെ വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തസ്മാത് ത്രീണി പദാന്യേവ വൃണേ ത്വത് വരദർഷഭാത് ഏതാവദൈവ സിദ്ധോഹം വിത്തം യാവത് പ്രയോജനം. അതുകൊണ്ട് എനിക്ക് തസ്മാത് ത്രീണി പദാന്യേവ വൃണേ, എനിക്ക് 3 അടി മണ്ണേ ആവശ്യമുള്ളൂ. അങ്ങ് എന്തും വരം നൽകാൻ തയ്യാറാണ്. വരദ പ്രഭുവാണ്, അതിന് സമ്മതിച്ചു ഞാൻ. പക്ഷെ എനിക്ക് ഇത്രയേ വേണ്ടൂ. ഏതാവദൈവ സിദ്ധോഹം, ഇതുകൊണ്ട് ഞാൻ സിദ്ധനായി തീർത്തോളാം, കൃതകൃത്യനാവാം. എനിക്ക് സാഫല്യം അങ്ങോട്ട് കവിഞ്ഞൊഴുകാൻ തുടങ്ങും. വിത്തം യാവത് പ്രയോജനം. അപ്പൊ ഭാഗവതത്തിന്റെ സന്ദേശം എന്താ? വിത്തം യാവത് പ്രയോജനം. മൂഢജഹീധനാഗമതൃഷ്ണ കുരു സദ്ബുദ്ധിം മനസി വിതൃഷ്ണ യല്ലഭസേ നിജ കർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം. ശങ്കരാചാര്യർ ഭജഗോബന്ധത്തിൽ പാടിയിട്ടുള്ളതാണ്. താൻ ചെയ്യുന്നതായ കർമ്മങ്ങൾ കൊണ്ട് എന്ത് നമുക്ക് കിട്ടുന്നുണ്ടോ അതുകൊണ്ട് സന്തുഷ്ടനായിക്കോളൂ. പണത്തിലുള്ള ആശ വിട്ടുകളയും. ആശ മനുഷ്യനെ ഉറക്കം കെടുത്തുന്നതാണ്. പിങ്കള എന്ന് പറയുന്ന അഭിസാരിക ഓരോ ദിവസവും പുതിയ പുതിയ ഭർത്താക്കന്മാരുമായി സംഘം അഭിലഷിച്ച് ഒരു ദിവസവും ആരും വരാതെ വളരെ നൈരാശ്യത്തിൽ പിടിപെട്ട് അവസാനം ഒരു ഈശ്വര വിചാരം വന്ന് പലതും ആലോചിച്ചു. അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. അവസാനം ശ്രീകൃഷ്ണൻ പിങ്കളയുടെ വാക്കുകളിലൂടെ പരിസമാപിക്കുന്നത് ഇങ്ങനെയാണ്. ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം ഇത് സഞ്ചിത്യകാന്താശാം സുഖം സുഷ്വാപ പിംഗല. ആശ എന്ന് പറയുന്നത് പരമദുഃഖമാണ്. ആശ വിട്ടുകളഞ്ഞാലോ പരമസുഖമായി. അങ്ങനെ വിചാരിച്ച് അന്നേ വരെ വേണ്ടതുപോലെ ഉറങ്ങാൻ പറ്റാത്ത പിങ്കള അന്ന് സുഖമായിട്ട് സോസരിയിൽ കിടന്ന് കൃഷ്ണ 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 എന്ന് വിചാരിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങിയത്രേ. അന്നേ വരെ ആശകൾ ആക്രമിച്ചിരുന്നു പിങ്കളയുടെ മനസ്സിനെ. അന്ന് തത്വവിചാരം കൊണ്ട് നൈരാശ്യം പിടിപെട്ട ആശകളൊക്കെ പോയി. സുഖം സുഷ്വാപ പിംഗല. ആ സന്തുഷ്ടി ഗീതയാണ്. ഈ സന്തോഷം എവിടെയാ കുടികൊള്ളുന്നത്? ശരീരത്തിലും കണ്ണിലും കയ്യിലുമാണോ അതോ മനസ്സിലോ? ആ മനസ്സിന് സന്തോഷം കടഞ്ഞെടുക്കാനുള്ള സംവാദമാണ്. ഒരു ഭാഗത്ത് എന്തു വേണമെങ്കിൽ മേടിക്കൂ, വൃത്തികരീം ഭൂമിം. എത്ര കാലം ബ്രാഹ്മണ കന്യകയെ കൊണ്ടുപോകോളൂ, എന്തു വേണമെങ്കിൽ മേടിച്ചോളൂ എന്ന് ചോദിക്കുമ്പോ ആ കൊച്ചു ബ്രഹ്മചാരി പറയാണ്, എനിക്ക് ഒന്നും വേണ്ട മഹാപ്രഭു, 3 അടി മണ്ണ് മാത്രം. സംസാരം നിൽക്കണില്ല. ഞാൻ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിച്ചത് ഈ സന്തുഷ്ടി ഗീതയാണ്. നമുക്കൊരു മനസ്സുണ്ട്. ആ മനസ്സ് പ്രലോഭനങ്ങൾക്ക് വിധേയമാണെന്ന് നിങ്ങൾ എപ്പോഴും വിചാരിക്കരുത്. പ്രലോഭനങ്ങൾക്ക് വിധേയമല്ലാത്ത മനസ്സുണ്ട്.
ഇത്രയുമായി ഇതൊക്കെ പറഞ്ഞിട്ടും ശരി, നിവൃത്തിയില്ലല്ലോ, ഞാൻ കൊടുക്കാം, ഈ വടു പറഞ്ഞാൽ കേൾക്കണില്ല, എന്തായാലും നിവൃത്തിയില്ല, ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞ് തയ്യാറായപ്പോ ശുക്രാചാര്യരുടെ അടുത്തുണ്ട്. അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. എന്താ, ഒരു കപടവേഷത്തിലാണല്ലോ വന്നിരിക്കുന്നത്. ഭഗവാൻ വരുമ്പോ അനൗൺസ് ചെയ്യാതെ വരാൻ പറ്റില്ല. ഇപ്പൊ കൃഷ്ണൻ ഒരു ചെറിയ കുട്ടിയായിട്ട് ഇവിടെ വന്നാൽ ഇവിടെ പോകുന്നു നീ പറയും. ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു വിശേഷം വേണം, ഒരു ഒറ്റ കണ്ണെങ്കിലും വേണം. അതല്ലെങ്കിൽ ഭഗവാനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. പലരും അങ്ങനെ ഭഗവത് പ്രത്യക്ഷപ്പെടുമ്പോൾ തള്ളിക്കളയാറുമുണ്ട്. അത് കളയാതെ ഇരിക്കുന്നെങ്കിൽ അപ്പൊ ശുക്രാചാര്യ ഇടപെട്ട് പറയാണ്, ഈ വന്നിരിക്കുന്നത് മഹാവിഷ്ണുവാണ്. അദ്ദേഹം നിന്റെ കയ്യിലുള്ള ധനം മുഴുവൻ അപഹരിച്ച് നിന്നെ പാപ്പരാക്കാൻ ഇരിക്കാനുള്ള ഒരു സ്ഥലവും കൂടി ഇല്ലാതെ ഇരിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആളാണ്. നീ ഇത് കപടവേഷത്തിൽ വിശ്വസിക്കരുത്, വലിയ അപകടമാണ് കാണുന്നത്, കൊടുക്കരുത്. എന്നിട്ട് അദ്ദേഹത്തിനുണ്ട് പല ന്യായങ്ങളും പറയാൻ. അപ്പൊ ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ വിചാരിക്കരുത്, അതിന്റെ ആവശ്യമില്ല എന്നാ പറയുന്നത്. പണം പണം എന്ന് പറയുന്നത് 5 വിധത്തിൽ പങ്കുവയ്ക്കണം, അങ്ങനെ അനുഭവിക്കണം. ഇനി തരാമെന്ന് പറഞ്ഞിട്ട് ആ വാക്ക് പിൻവലിക്കേണ്ടി വരും എന്ന് പറയുകയാണെങ്കിൽ അതിനുമുണ്ട് ചില പ്രമാണങ്ങൾ. നമ്മുടെ ഭാരത തത്വശാസ്ത്രത്തിൽ സർവ്വതിനും ഉണ്ട് കേട്ടോ പ്രമാണം. നുണ പറയാനും ഉണ്ട് പ്രമാണം. അതെന്താ? സ്ത്രീഷു നർമ്മ വിവാഹേജ വൃത്യർത്ഥേ പ്രാണസങ്കടേ ഗോ ബ്രാഹ്മണാർത്ഥേ ഹിംസായാം നാനൃതം സ്യാത് ജുഗുപ്സിതം. ശുക്രാചാര്യർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് അരുമ ശിഷ്യനോട്. അതെ, സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ നുണയാവാമത്രേ. നേരം പോക്കുള്ള സമയത്ത് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കണമെങ്കിൽ ആ പെൺകുട്ടിയുടെ തെറ്റൊന്നും പറയരുത്. ഇങ്ങനെ വല്ലതും ഉണ്ടാകും, അത് പറയണത് നുണയാമേ, ഈ പറയുന്ന ആളാ നുണ പറയണത്, എന്നാലും അത് നുണയാമേ പറയുള്ളൂ, അതിന് വിരോധമില്ല. വൃത്യർത്ഥേ, ഒരു തൊഴിൽ സമ്പാദിക്കണം എന്നുണ്ടെങ്കിൽ അതിന് വിരോധമില്ല. പ്രാണസങ്കടേ, പ്രാണസങ്കടത്തിൽ പെട്ടു. ഗോ ബ്രാഹ്മണാർത്ഥേ ഹിംസായാം, പശുക്കൾക്ക് വേണ്ടി ബ്രാഹ്മണർക്ക് വേണ്ടി ഹിംസ, അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി. നാനൃതം സ്യാത് ജുഗുപ്സിതം, നുണ പറഞ്ഞാലും വിരോധമില്ലത്രേ. ഇതൊക്കെ കേട്ടാലും എന്ത് ചെയ്തു? ശുക്രാചാര്യർ പറഞ്ഞത് കേട്ടില്ല. ഞാൻ തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈ ഭൂമി എല്ലാവരെയും താങ്ങുമത്രേ, സത്യമില്ലാത്തവനെ താങ്ങില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സർവം സോഢുമലം മന്യേ ഹൃദേ അലീകപരം നരം. നുണ പറയുന്ന ഒരാൾ മാത്രം ഭൂമി താങ്ങില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മഹർഷേ, ആചാര്യദേവ, എന്ത് തന്നെ പറഞ്ഞാലും ഞാൻ തരാം എന്ന് പറഞ്ഞിട്ടുള്ളത് തരാനിരുന്നാൽ പറ്റില്ല, അത് കൊടുത്തേ തീരുള്ളൂ. ഇനി വന്നിട്ടുള്ളത് മഹാവിഷ്ണുവാണ് എന്നുണ്ടെങ്കിൽ എന്താണ് വിരോധം? അദ്ദേഹത്തോടു കൂടി യുദ്ധം ചെയ്യണമെന്നാണോ പറയുന്നത്? ഒന്നുകിൽ ഞാൻ യുദ്ധം ചെയ്ത് അദ്ദേഹത്തെ വീഴ്ത്തണം, അല്ലെങ്കിൽ അദ്ദേഹം യുദ്ധം ചെയ്ത് എന്നെ വീഴ്ത്തണം. ഇത് രണ്ടിനും ഞാൻ തയ്യാറില്ല. ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞത് കൊടുക്കാൻ തന്നെയാണ് പോണത്. അപ്പോ ശുക്രാചാര്യർ ശപിച്ചു. ഏവം ശബ്ദസ്വഗുരുണ സത്യാന്നചരിതോ മഹാൻ വാമനായ ദദാവേനാം അർച്ചിത്വോദകപൂർവകം വിന്ധ്യാവലിസ്തദാഗത്യ പത്നീ ചാലകമാലിനീ ആനിന്യേ കലശം ഹൈമം അവനേ ജന്യപാം ധൃതം യജമാനസ്വയം തസ്യ ശ്രീമത് പാദയുഗം മുദാ അവനിജ്യ ആവഹന്മൂർധ്നി തദപോ വിശ്വപാവനീ. ഈ വാക്കങ്ങട് വായിച്ചിട്ട് വിശ്വപാവനീ കേട്ടോ നിങ്ങൾ? ആ വന്ന ബ്രഹ്മചാരിയുടെ അടുത്ത് കാലൊക്കെ കഴുകി വിന്ധ്യാവലി സ്വർണ്ണപാത്രത്തിൽ വെള്ളം കൊണ്ടുപോയി കൊടുത്തു. ഒരക്ഷരം വേണ്ടില്ല. നിങ്ങളാണ് മിസ്സിസ് ഭാര്യ എന്നുണ്ടെങ്കിൽ അപ്പൊ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ശുക്രാചാര്യരും കൂടി ഇത് പറഞ്ഞപ്പോ കൊട്ടക്കരുതട്ടോ, ഇങ്ങോട്ട് വരും എനിക്കൊരു കാര്യം പറയാണ്ട്, ഇതല്ലേ നിങ്ങൾ പറയാ. ആ വിന്ധ്യാവലിക്ക് ഒരു കൂസലും ഉണ്ടായില്ല, കൊടുക്കാമെന്ന് അങ്ങോട്ട് പറഞ്ഞു, ആയിക്കോട്ടെ. എന്നിട്ട് കാല് കഴുകി വിശ്വപാവനീ, വിശ്വം മുഴുവനും പരിശുദ്ധമാക്കുന്ന ജലം വന്നത് ഒരു ബ്രഹ്മചാരി. യമനും ഇത് തന്നെയാ പറയണത്. 3 ദിവസം എന്റെ ഗൃഹത്തിൽ ഭക്ഷണമില്ലാതെ വെള്ളം കുടിക്കാതെ ഇരുന്നു ബ്രഹ്മചാരി. ആ മഹാപാപം എവിടെ കൊണ്ട് കളയും? ഉടനെ കൊണ്ടുവരൂ വെള്ളം, ഞാൻ കാല് കഴുകി ആ ബ്രഹ്മചാരിക്ക് വേണ്ടത് കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. വീട്ടിൽ ആരെങ്കിലും പ്രത്യേകിച്ചും ഒരു തപസ്വി കയറി വന്നാൽ നിങ്ങളുടെ മനസ്ഥിതി എന്താവണം എന്നുള്ളത് വളരെ വ്യക്തമായി ശാസ്ത്രം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. അത് കഴിഞ്ഞ് കൊടുക്കാൻ പുറപ്പെട്ടു. അങ്ങനെ കൊടുക്കാൻ പുറപ്പെട്ടില്ല. അങ്ങനെ ആയപ്പോഴാണ് പെട്ടെന്ന് ആ വന്നിട്ടുള്ള വാമനരൂപം വർദ്ധിച്ച് 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 അങ്ങോട്ട് വന്നത്. തദ്വാമനം രൂപമവർദ്ധതാദ്ഭുതം
ഹരേരനന്ദസ്യ ഗുണത്രയാത്മകം ദുഃഖം ദിശോദ്യൗർവിവരാപയോധയ തിര്യംഗദേവ ഋഷയോ യദാസതാ. ഈ ഭൂലോകവും സ്വർഗലോകവും അന്തരീക്ഷവും എല്ലാം വ്യാപിക്കത്തക്ക വിധത്തിൽ കയ്യും കാലും ശരീരവും തലയും എല്ലാം വളർന്ന് 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 അങ്ങോട്ട് വന്നു. അതുവരെ നടന്നതൊക്കെ ദൃശ്യമാണ്. അവിടെ ഞങ്ങളുടെ അദൃശ്യ വൈഭവം പ്രകടമാകാൻ തുടങ്ങി. ഇതൊക്കെ പറഞ്ഞിട്ടും മഹാബലിയുടെ മനസ്സിൽ ഒരു വ്യത്യാസം വരുന്നില്ല. താൻ ദാതാവാണ്, ഞാൻ കൊടുക്കും, എനിക്ക് കൊടുക്കാനുള്ളതുണ്ട്, ആ കൊടുക്കുന്നത് ഞാൻ വിട്ടുകളയാൻ പോണില്ല എന്നുള്ള ഒരു ഉറപ്പിൽ തന്നെയാണ് നിന്നത്. ആ നിന്നതിൽ നിന്ന് മാറിയില്ല. ഈ ഉപദേശം നൽകിയിട്ടും സന്തുഷ്ടിക്കുക ഉപദേശിച്ചിട്ടും അദ്ദേഹത്തിന് ഒരു പുനഃപരിശോധന ഉണ്ടായില്ല. എനിക്ക് ഒന്നും വേണ്ട എന്ന് പറയുന്ന ബ്രഹ്മചാരിയുടെ മുൻപിൽ തനിക്ക് ഈ സമ്പത്തുണ്ടായിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ള വിചാരം മഹാബലിയുടെ മനസ്സിൽ ഉദിച്ചോ? എന്താ മിണ്ടാത്തെ? എന്തേ ഉദിക്കാത്തെ? അവനവന്റെ മനസ്സിൽ സ്വയം ഉദിച്ചില്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞാലെങ്കിലും ഉദിക്കണ്ടേ? ഈ വന്നിരിക്കുന്ന ആൾ ഇങ്ങനെ സംസാരിക്കുമ്പോ ഒരാൾ ഒന്നും വേണ്ട എന്ന് പറയണു, ഞാനാണെങ്കിൽ എല്ലാം ഉണ്ട് മേടിച്ചോളൂ എന്ന് പറയണു. എപ്പോഴെങ്കിലും ഒരു സമയത്ത് ആ പറയുന്നതിന്റെ പൊള്ളത്തം അറിയണ്ടേ? അറിഞ്ഞില്ല. അങ്ങനെ ദൃശ്യമായിരിക്കുന്ന ഘടകങ്ങളും ദൃശ്യ സമ്പർക്കങ്ങളും ദൃശ്യ വ്യവഹാരങ്ങളും പഠിപ്പിച്ച് തൻ്റെ മനസ്സിന്റെ ഉള്ളിലുള്ളതായ ആ പൊള്ളത്തരം, ആ പോരായ്മ മനസ്സിലാക്കാൻ സാധിക്കാത്ത വന്നപ്പോ അദൃശ്യ വൈഭവം അവിടെ പ്രകടമായി. എന്നിട്ട് ആദ്യത്തെ ഒരു അടി വെച്ചു, ഭൂമി മുഴുവനും അളന്നു. രണ്ടാമത്തെ അടിയിൽ സ്വർഗവും അളന്നു. അളന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെ കലശലായി. മഹാബലിയുടെ കിങ്കരന്മാരും അനുചരന്മാരും എല്ലാം കൂടി ദാ ഈ വന്നത് മഹാവിഷ്ണുവാണ്, അവര് വിഷ്ണു ശത്രുക്കളാണല്ലോ, വിഷ്ണുവാണ്, ഇത് നമ്മൾ അനുവദിക്കരുത്, നമ്മുടെ യജമാനന്റെ നമ്മുടെ സ്വാമിയുടെ സദ്ബുദ്ധി കൊണ്ട് ഉദാരബുദ്ധി കൊണ്ട് എല്ലാം കൊടുത്തതാണ്. അപ്പോഴേക്കും വന്നു, എല്ലാം ബന്ധിച്ചു, ഗരുഡനും ബന്ധിച്ചു, യുദ്ധമായി. ആ യുദ്ധത്തിൽ എല്ലാവരും പുറപ്പെട്ടു. കുറെ വിഷ്ണുദൂതന്മാര് പാഞ്ഞെത്തി, അവരും യുദ്ധം തുടങ്ങി. അങ്ങനെ അസുരന്മാരെല്ലാം കൊന്നൊടുക്കിയപ്പോ മഹാബലി പറഞ്ഞു, മിണ്ടരുത്, ഇപ്പൊ ദേവന്മാർക്കാണ് ബലം, നിങ്ങൾ മിണ്ടാണ്ടിരിക്കൂ എന്ന് പറഞ്ഞു, നിങ്ങളൊക്കെ പൊക്കോളൂന്നായി. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും വടുവിടുന്നില്ല. മഹാബലിയുടെ വായിൽ നിന്ന് സൈന്യത്തിനോട് യുദ്ധം ചെയ്യണ്ട എന്ന് പറഞ്ഞുവെങ്കിലും അവിടുന്ന് അങ്ങനെയുള്ള കാര്യം പറയുന്നില്ല. അപ്പൊ ഈ കുട്ടി ചോദിക്കുകയാണ്, പദാനി ത്രീണി ദത്താനി ഭൂമേർമഹ്യം ത്വയാസുര ദ്വാഭ്യാം ക്രാന്ത മഹീ സർവ തൃതീയമുപകൽപ്പയ. എന്നോട് തരാമെന്ന് പറഞ്ഞില്ലേ, 3 അടി, 2 അടിയേ ആയിട്ടുള്ളൂ, 3ാമത്തെ അടി എവിടെയാ വെക്കേണ്ടത് എന്താന്ന് പറയൂ. ഇനി മഹാബലിയുടെ കയ്യിൽ എന്താണല്ലേ കൊടുക്കാൻ, നിങ്ങളൊന്ന് പറയും. ഭൂമി മുഴുവനും പെട്ടു, അതിലുള്ള ചരാചരങ്ങളൊക്കെ ആയി, സ്വർഗത്തിന്റെ അടുത്തുള്ളതും എല്ലാം കഴിഞ്ഞു. അതിൽ പെട്ട ആളല്ലേ മഹാബലിയും മഹാബലിയുടെ ശരീരവും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ പിന്നെ എന്താ കയ്യിൽ ബാക്കിയുള്ളേ? എന്റെ കയ്യിൽ ഇനി ഒന്നുമില്ല, ഞാൻ പറഞ്ഞത് തെറ്റെന്ന് പറയല്ലേ വേണ്ടത്? എന്താ മിണ്ടാത്തെ? പറയണില്ലല്ലോ. അപ്പൊ പറയിപ്പിക്കാൻ വേണ്ടി 3ാമത്തെ അടി എവിടെ തരൂ, തന്നില്ലെങ്കിൽ നരകത്തിലേക്ക് പോകേണ്ടി വരും, തരാമെന്ന് പറഞ്ഞതിന് ശേഷം പിൻവലിയരുത് എന്ന് പറഞ്ഞപ്പോഴും മഹാബലി വിടുക, ഞാൻ അങ്ങനെ പിൻവലിയുന്ന ആളല്ല, എനിക്ക് തരാനുണ്ട്, തരും, ദാ എന്റെ തലയിൽ കാലു വയ്ക്കൂ. അവിടെ മഹാബലി ബുദ്ധിമാനായോ അതോ ബലഹീനനായോ? എന്താ മിണ്ടാത്തെ? ആലോചിക്കണേ, ആലോചിച്ചിട്ട് വേണം മറുപടി പറയാൻ. ഭൂമിയും സ്വർഗവും ഒക്കെ അളന്നു കഴിഞ്ഞതിന് ശേഷം തല വയ്ക്കാനാ പറഞ്ഞത്. ഞാൻ വായിച്ചിടത്തോളം ഭാഗവതത്തിൽ തല വാമനൻ, മഹാബലിയുടെ തലയിൽ വാമനൻ കാലു വെച്ചു എന്ന് ഭാഗവതത്തിൽ ഞാൻ കാണുന്നില്ല. എന്റെ തലയിൽ വയ്ക്കൂ എന്ന് പറഞ്ഞു. അവിടെ വയ്ക്കാൻ അവകാശവുമില്ല, സ്ഥാനവുമില്ല, എല്ലാം അകപ്പെട്ടു കഴിഞ്ഞു. അത്രയും പറഞ്ഞപ്പോഴാണ് മഹാബലിയുടെ വിനയം സമ്മതിച്ചു കഴിഞ്ഞു. പ്രഹ്ലാദൻ സ്ഥലത്തെത്തിയിട്ട് പ്രഹ്ലാദൻ പറയുകയാണ്, മഹാപ്രഭു, അങ്ങാണ് എല്ലാം കൊടുക്കുന്നതും മേടിക്കുന്നതും. അങ്ങ് കൊടുത്തിട്ടുള്ള സ്ഥാനമാനങ്ങളാണ് മഹാബലിയെ ഔദ്ധത്യത്തിന് വിധേയമാക്കിയത്. ആ മഹാബലിയുടെ ഔദ്ധത്യം തിരിച്ചു മേടിച്ച് ആ മഹാബലിയെ അനുഗ്രഹിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷം. ബ്രഹ്മാവ് അവിടെ വന്നു ചേർന്നു. എന്നിട്ട് ബ്രഹ്മാവ് പറയുകയാണ്, ഇദ്ദേഹം ഗുരു ശപിച്ചിട്ട് പോലും ആ ശാപത്തിന് വിലവയ്ക്കാതെ അദ്ദേഹത്തിന്റെ സത്യസന്ധതയിൽ ഉറച്ചു നിന്ന് നിങ്ങൾക്ക് വേണ്ടതെല്ലാം തന്ന് എല്ലാം തൃപ്തിപ്പെടുത്തിയില്ലേ, ആ ആളെ ഇനി ഒരിക്കലും ബുദ്ധിമുട്ടിക്കരുത്, അദ്ദേഹത്തിന് പീഡയുണ്ടാവരുത് എന്റെ മഹാപ്രഭു എന്ന് ബ്രഹ്മാവും പറഞ്ഞു. പ്രഹ്ലാദനാണെങ്കിൽ അനുമോദിച്ച് സ്തുതിച്ചു. അങ്ങനെ ആയപ്പോ പറയാണ്, എന്തായാലും എനിക്ക് വളരെ സന്തോഷം, മഹാബലി അങ്ങ് ഏറ്റവും മഹാനാണ്,
ഗുരു ശമിച്ചതിന് ശേഷം പോലും അചഞ്ചലമായ ഒരു മനസ്സോടുകൂടി സത്യത്തിൽ ഉറച്ചു നിന്നുല്ലോ. അങ്ങ് ലോകത്തിൽ വെച്ച് എല്ലാവരിലും പെട്ട് കീർത്തിമാനായി കഴിഞ്ഞു, അഗ്രഗണ്യനായി കഴിഞ്ഞു. അങ്ങയുടെ വംശത്തിൽ ഞാൻ അങ്ങയെ ആദിവ്യാധികൾ പിടിപെടാതെ സ്വർഗവാസികൾ പോലും അഭിലഷിക്കുന്നതായ സുതലത്തിലേക്ക് പറഞ്ഞയക്കണു. കേൾക്കുന്നുണ്ടോ നിങ്ങള്? പാതാളമല്ല സുതലം. അതല വിതല സുതല രസാതല മഹാതല പാതാളാഖ്യാനാം, അങ്ങനെ 7 ലോകങ്ങളുണ്ട്. അതിന് സുതലത്തിലേക്ക്, സുന്ദരമായിരിക്കുന്ന തലത്തിലേക്ക് ഞാൻ പറഞ്ഞയക്കുന്നു. അവിടെ ആദികളില്ല, വ്യാധികളില്ല. അങ്ങക്ക് അല്പം രാക്ഷസ സ്വഭാവമുള്ളതെല്ലാം അവിടെ കുറച്ചു കാലം ജീവിച്ചാൽ പോകും. എന്നെക്കുറിച്ചുള്ള സ്മൃതിയും ഓർമ്മയും എപ്പോഴും ഉണ്ടാവും. ഞാൻ അങ്ങയുടെയോ അങ്ങയുടെ കുടുംബക്കാർക്കോ ഒരാൾക്കും ഓരോ ഉപദ്രവവും വരാതെ എൻ്റെ ചക്രം അങ്ങയെ രക്ഷിച്ചോളും. അവിടെ ദീർഘകാലം വസിച്ചതിന് ശേഷം സാവർണ മന്വന്തരത്തിൽ അങ്ങ് ദേവേന്ദ്ര പദവി അലങ്കരിക്കണം എന്ന് പറഞ്ഞ് സമ്മാനിച്ച് അനുഗ്രഹിച്ചാണ് പറഞ്ഞയച്ചത്. ഇതിലും മീതെ ഇനി എന്തു വേണം? അപ്പൊ ഇവിടെ ഉണ്ടായത് മഹാബലിക്ക് പറ്റിയ അനുഗ്രഹമാണോ അതോ മഹാബലിക്ക് കിട്ടിയത് നിഗ്രഹമോ? ഭഗവാൻ ഈ വാമനൻ കാലെടുത്ത് തലയിൽ വെക്കേണ്ട ആവശ്യമെന്താ? സാധാരണ നമ്മൾ നമസ്കരിക്കുക എന്ന് പറയും. ദണ്ഡ നമസ്കാരം ഈശ്വരന്റെയും സജ്ജനങ്ങളുടെയും മുമ്പിൽ നടത്തുന്നുണ്ട്. എന്നാൽ മഹാബലി അങ്ങനെ ഒരു നമസ്കാരമല്ല ചെയ്തത്. അങ്ങയുടെ കാല് എൻ്റെ തലയിൽ വെച്ച് എൻ്റെ 3ാമത്തെ പദം തരാമെന്ന് പറയുന്നുള്ള ആ പ്രതിജ്ഞ സഫലമാക്കി തീർക്കൂ. ഇതാ തല എന്നാ പറഞ്ഞത്. കേട്ടു നിങ്ങള്? ഇതാ തലാന്ന്. എവിടെ തല? ഭൂമി സ്വർഗമൊക്കെ കഴിഞ്ഞു, അതിൽ പെട്ടതൊക്കെ. അപ്പൊ എല്ലാറ്റിന്റെയും തലയിൽ കൊണ്ടുവയ്ക്കണമല്ലോ, മരത്തിന്റെയും ഒക്കെ മുമ്പിൽ. തലയില്ല കൊടുക്കാൻ. അപ്പോഴും ആ ഉള്ളിന്ന് പറയുകയാണ് എനിക്ക് തലയുണ്ടെന്ന്. അതില്ല. പക്ഷെ എന്തായാലും പ്രഹ്ലാദൻ വന്നു, എല്ലാവരും സമ്മതിച്ചു. വളരെ നന്നായി. അവസാനം അദ്ദേഹം പറയാണ്, ശത്രുക്കൾക്ക് പോലും കോട്ടയാണത്രേ മഹാവിഷ്ണു. കേൾക്കുന്നുണ്ടോ നിങ്ങള്? ശത്രുക്കൾക്ക് പോലും കോട്ടയാണ് മഹാവിഷ്ണു. ബ്രഹ്മാവിനും ബാക്കിയുള്ളവർക്ക് പോലും കിട്ടാത്തതായ ഒരു സമ്മാനമാണ് അങ്ങക്ക് ഞാൻ തരുന്നത് എന്നൊക്കെ പറഞ്ഞ് നല്ല വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിച്ച് സമംഗളം ആ സീൻ, ആ രംഗം മുഴുവനും അവസാനിച്ചു. ഞാൻ പ്രത്യേകിച്ചും നിങ്ങളോട് പറയണം എന്ന് വിചാരിച്ചത് ഈ സന്തുഷ്ടി ഗീതയാണ്. നമ്മുടെ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രമാണല്ലോ. അല്ല, വെറും വാമനന്റെ അവതാരം ഭക്തിരസമായി പറയുകയാണെങ്കിൽ അതൊരു പക്ഷേ മറ്റൊരു പ്രകാരത്തിൽ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതില്ല, ഭാഗവതത്തിന്റെ സന്ദേശം ഇതാണ്. ഏറ്റവും വലിയ ഉദാരത കൊണ്ട് ഔദ്ധ്യത്തിൽ മുങ്ങിക്കുളിച്ച ആ മഹാബലിയെ നേരിടാനായി ലളിതസുന്ദരമായിരിക്കുന്ന ഒരു തപോചര്യയോടുകൂടിയ ഒരു ജീവിതം. ആ ഉദാരബുദ്ധിയെ നേരിട്ടത് ലളിതമായ ഒരു പ്രാർത്ഥനയോടുകൂടിയാണ്. ആ പ്രാർത്ഥനയിൽ നിന്നും വിവേകം വന്നില്ല, സംവാദത്തിൽ നിന്നും വിവേകം വന്നില്ല, കയ്യിലുള്ളത് മുഴുവൻ അളന്നെടുത്തിട്ടും വിവേകം വന്നില്ല. പിന്നെയും ആ ഔദ്ധത്യം ഉറച്ചു നിന്നു. എന്നിട്ട് മഹാബലി തന്നെ പറയുന്നു, സമ്പത്തും സൗഭാഗ്യവും ഒക്കെ ഉണ്ടായാൽ ആ മനുഷ്യൻ ഈശ്വരനിൽ നിന്ന് അകന്നു പോകും, ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കും. അങ്ങനെയൊക്കെ വരണത് ശരിയാണ്. അങ്ങ് അതൊക്കെ അപഹരിച്ച് എനിക്ക് വേണ്ട സദ്ബുദ്ധിയും തൻ്റെ ഇടവും തന്നൂല്ലോ എന്ന് പറഞ്ഞ് പ്രണമിച്ച് ബ്രഹ്മാവിനെയും പ്രഹ്ലാദിനെയും എല്ലാം നമസ്കരിച്ച് അവരെല്ലാവരും ഭംഗിയായി സുതലത്തിലേക്ക് പോയി. ആ അവസരമാണ് നാം ആരാധിക്കുന്നതും സന്തോഷിക്കുന്നതും. മഹാബലിക്ക് ഒരു മനോമൗഢ്യമില്ല. വാമനാവതാരം സഫലമായി, ദേവന്മാർക്ക് രാജ്യം തിരിച്ചു കിട്ടി. മഹാബലിയെ പിന്നീട് ദേവേന്ദ്രൻ ആക്കാൻ പോണു. അതിഥിക്ക് സന്തോഷവും സാഫല്യവുമായി, പയോവ്രതം സഫലമായി. അങ്ങനെ എല്ലാ ഭാഗത്തിൽ നിന്നും നന്മയും മംഗളങ്ങളും പരിപൂർണമായി വാരിക്കോരി ചൊരിഞ്ഞുകൊണ്ടാണ് ഈ വിശേഷപ്പെട്ട വാമനാവതാരം പര്യവസാനിക്കുന്നത്. എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് ഓലക്കൊടയും പിടിച്ച് പൊക്കവും കുറഞ്ഞ് ഒരു പൂണോലും ഒരു കമണ്ടലും 2 മെതിയടിയുമായി അങ്ങനെ ആഞ്ഞ് നടക്കുന്ന ആ വാമനമൂർത്തിയാണ്. സാധാരണ കാഴ്ചയാണെങ്കിൽ മറന്നുപോകും, അസാധാരണമാണെങ്കിൽ അത് ഓർമ്മ നിൽക്കും. ഈ അസാധാരണത്വം നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കട്ടെ. മഹാബലിയെ പോലെയുള്ള സർവഗുണശാലിത്വം ഉണ്ടായിട്ടും ഔദ്ധത്യം നശിപ്പിച്ചത് മാതിരി, ഒരു കറയായി നിന്ന മാതിരി, ദുർഗുണങ്ങളൊന്നുമില്ലാതെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഗുണശീല മഹിമകൾ ധാരാളം ഉണ്ടാവാൻ സന്ദർഭം വരട്ടെ. അതിന് ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ടാവും. ഞാനും എല്ലാവരെയും തുറന്ന് മനസ്സാ ആശ്ലേഷിച്ച് അനുഗ്രഹിക്കുന്നു. എല്ലാവരും സുഖപൂർണരായിരിക്കൂ, സന്തോഷപൂർണരായിരിക്കൂ, സന്തുഷ്ടിയുടെ പര്യായ ശബ്ദങ്ങളായിരിക്കൂ. ഭയപ്പെടരുത്, ഭയപ്പെടരുത്. ആശയും അത്യാർത്തിയും ദുരയും നമുക്ക് വേണ്ട.
ഈശ്വര വിചാരം എപ്പോ മനസ്സിലുണ്ടോ ആ മനസ്സിലുള്ള ഈശ്വര വിചാരം എല്ലാറ്റിനും പറ്റിയ സുരക്ഷയാണ്. നിങ്ങൾ പേടിക്കരുത്, ഞാൻ ഒറ്റയ്ക്കാണ്, എന്നെ രക്ഷിക്കാൻ ആരുമില്ല എന്ന് വിചാരിക്കരുത്. സ രക്ഷിത രക്ഷതിയോ ഹി ഗർഭേ. ഗർഭത്തിൽ രക്ഷിച്ചതാണോ ആ ആള് തന്നെയാണ് പുറത്തു വന്നാലും രക്ഷിക്കാൻ പോണത്. ഒരു മാറ്റവുമില്ല. അങ്ങനെ ജഗതീശ്വരന്റെ വിശാലമായിരിക്കുന്ന കൊടയ്ക്ക് കീഴിൽ സുരക്ഷിതരായി മറ്റൊരു ഇൻഷുറൻസിന്റെ ആവശ്യമില്ലാതെ ഈ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷ സത്രശാലയിൽ വന്നതിന്റെ പേരിൽ, ഈ മാതിരിയുള്ള തത്വപ്രവചനങ്ങൾ കഥാപ്രവചനങ്ങൾ കേട്ടതിന്റെ പേരിൽ നിങ്ങൾ എല്ലാവരും ആത്മീയ സുരക്ഷ ഇൻഷുറൻസ് എടുത്ത് സന്തോഷമായിട്ട് ജീവിക്കൂ. അമരത്വം അണിയൂ, അണിയൂ, അണിയൂ. ഭക്തി നിങ്ങളുടെ കവചമാകട്ടെ. വൈരാഗ്യം നിങ്ങളുടെ ദണ്ഡമാകട്ടെ, സഹായത്തിനുള്ളത്. ഹേ ഗോപാലക, ഹേ കൃപാജലനിധേ, ഹേ സിന്ധു കന്യാപദേ, ഹേ കംസാന്തക, ഹേ ഗജേന്ദ്ര കരുണാപാരീണ, ഹേ മാധവ, ഹേ രാമാനുജ, ഹേ ജഗത്രയ ഗുരോ, ഹേ പുണ്ടരീകാക്ഷമാം, ഹേ ഗോപീജനനാഥ പാലയ പരം ജാനാമി ന ത്വാം വിനാ. ഹേ ഗോപീജനനാഥ പാലയ പരം ജാനാമി ന ത്വാം വിനാ. പണ്ടെങ്ങാണ്ടമ്മ കേൾപ്പിച്ചതു മുതലൊളിവായി കേറിയെന്നുള്ളിലെന്തോ വർദ്ധിച്ചു നാൾക്കുനാളായി അതതിരു കവിയാനുള്ള വാത്സല്യമായി. ഭാവത്തിൻ പാവനത്വം വഴിയരുളിയ തൻ ഭാവസമ്പാദനത്താൽ സമ്പൂർണ്ണ സ്നേഹമായിട്ടതു സതതമിതാ മുറ്റു നീ തന്നെ ഞാനായി. സമ്പൂർണ്ണ സ്നേഹമായിട്ടതു സതതമിതാ മുറ്റു നീ തന്നെ ഞാനായി, നീ തന്നെ ഞാനായി. ഹരി ഓ, ഹരി ഓ. കണ്ണുമൂടി നിവർന്നിരിക്കൂ എല്ലാവരും. പുതിയതായിട്ട് ഇവിടെ വന്നിരിക്കുന്നവരും എല്ലാവരും നിങ്ങളുടെ പങ്കാളിത്വം കലവറയില്ലാതെ പ്രകടമാക്കാൻ വേണ്ടി എൻ്റെ കൂടെ ആ പരമപവിത്രവും അത്യന്ത മംഗളകാരിയുമായിരിക്കുന്ന ഓംകാരം ജപിക്കുക ഒരു തവണ. ഓ